അബ്ദുള്ള പറഞ്ഞു. തരാ കേൾക്കാൻ പറഞ്ഞോ. എന്റെ വിസവസ് ഇതെന്താ യൂനിസും ആരാത്? യൂനിസ് എന്ന് പറഞ്ഞാൽ ക്ലബ് യുനെസ്ക ഹൗസിൽ യുനെസ്കയാണ് യുനെസ്ക നിനക്ക് യൂനിസ് അറിയത്തില്ല? എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസിലെ ഒരു മുസ്ലിം പണ്ഡിതനാണ്. പുള്ളി ഇന്നലെ ഇവിടുന്ന് പോയിട്ട് എന്റെ പൊന്ന് അബ്ദുള്ള ഒരു വിവരവും ഇല്ല. ആ വിവരമില്ലാത്തതുകൊണ്ടാണ് മുഹമ്മദ് ഒരു പ്രവാചകൻ എന്നതിന് തെളിവില്ല എന്ന് യൂനുസ്. പുള്ളിയെ പറ്റി ആ വിവരമില്ല. തെളിവ് നിങ്ങൾ മുഹമ്മദ് ചോദിച്ചിരുന്നു. പ്രവാചകനാണെന്ന് അബ്ദുള്ളക്ക് വേണേലും തെളിയിക്കാം. ഈ മുഹമ്മദ് ഒരു പ്രവാചകനാന്നുള്ളതിന്റെ തെളിവ് എന്നതാ? അബ്ദുള്ള പറ. തെളിവ് എങ്ങനെയാ തരേണ്ടത്? ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അതോ? ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ. ഇല്ലിപ്പോ ആ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ സമകാലികരായ മറ്റാളുകളുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന മുശ്രീക്കുകളോ അല്ലെ യൂതന്മാരോ ഒക്കെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെയുള്ള ആ ആളുകളോട് എങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനാന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റിയേ? മുഹമ്മദ് പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് അവരൊന്നും അംഗീകരിച്ചില്ല. അപ്പൊ അവരെല്ലാം വെട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയും ഒക്കെ ആയിരുന്നു. ഇന്ന് നിങ്ങൾ അതാ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അക്രമത്തിന്റെ മാർഗം അല്ലാതെ ഈ മുഹമ്മദ് പ്രവാചകനാന്ന് കൺവിൻസ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം, ഒരു തെളിവ്? ഇന്നലെ ഇങ്ങനെ കുറെ നേരം പോയി യൂനിസ്. അല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവില്ല. അപ്പൊ മുഹമ്മദ് പ്രവാചകൻ നിങ്ങളിപ്പോ പറയുന്നത് അല്ല മുഹമ്മദ് നബി പ്രവാചകനാണെന്നതിന് ഇത് വേണ്ട. ഞാനത് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. നിങ്ങൾ പറഞ്ഞത് മുഹമ്മദ് ഒരു പ്രവാചകൻ എന്നതിന് തെളിവില്ല. യൂനസ് അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. സംശയമാണ് എന്താന്ന് അറിയുന്നില്ല. യൂനസിന് തെളിവില്ലെന്ന് ഇന്നലെ യൂനിസ് ഇവിടെ സംസാരിച്ച് ഞങ്ങൾ തെളിവ് ചോദിച്ചു. ഇപ്പൊ അബ്ദുള്ള പോലെ തന്നെ യൂനിസ് ഒന്നും പറഞ്ഞില്ല. അത്രേ ഉള്ളു. അതുകൊണ്ടാണ് യൂനിസ് നിട്ടിരിക്കുന്നത്. ഹദീസുകളിലൂടെ മുഹമ്മദ് നബിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഇസ്ലാമിന്റെ, അതായത് ഇസ്ലാം മതത്തിന്റെ അവസാനത്തെ ദൈവദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് കുറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ ഇബ്രാഹിം നബി, മൂസ, ഈസ അവർക്ക് അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരാണ്. അതായത് ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ ദൈവത്തിനെ പറ്റിയിട്ടും സമാധാനപരമായ ജീവിത രീതിയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തികളാണ് അവരൊക്കെ. അവസാനമായി വന്നത് മുഹമ്മദ് നബി. നിങ്ങളുടെ ഒരു ഭാഷയല്ലേ, തെളിവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളൊക്കെ ഉണ്ട്. പാസ്റ്റർ ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ. പാസ്റ്റർ എന്നത് മോഡാക്കി ഖുർആൻ വീട്ടില് സെബാസ്റ്റി ജോർജ് എന്നത് മോഡാക്കി. നീ ഇപ്പൊ യൂണിവേഴ്സിൽ മോഡായി വരുന്നുണ്ട് കേട്ടോ. അതായത് അബ്ദുള്ള എവിടെ തന്നെ കാണുന്നില്ലല്ലോ. എനിക്ക് പേര് സാരാഗ്രാഹി പാസ്റ്റർ ശരിക്കും വരുന്നുണ്ടോ? അതെ. അപ്പൊ ഈ നമ്മൾ ഈ പറയുന്നത് ഈ പ്രവാചകനാണോ? ഇന്നലെ യൂനിസ് പറഞ്ഞത് കള്ളപ്രവാചകന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ പുള്ളി പറഞ്ഞു തരുന്നതിന് മുമ്പ് പുള്ളി ഇവിടുന്ന് പോയി. ഈ കള്ളപ്രവാചകനെ എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്? കള്ളപ്രവാചകന്മാരെ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നത്? റസൂലുള്ളാഹിക്ക് ശേഷം കുറെ മനുഷ്യര് പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇസ്ലാമികപരമായ ധാർമ്മികപരമായ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട്, പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഖുർആന് 69:44 എന്താണ് പറയുന്നറിയോ? നിങ്ങൾക്ക് ഖുർആൻ നല്ല അറിയില്ല. ഇല്ല, എനിക്ക് വർഷമില്ല. കുറച്ച് ഞാൻ സാധാരണ വിശ്വാസിയാണ്. എനിക്ക് ഖുർആനിൽ അങ്ങനെ വർഷമില്ല. പിന്നെ നോക്കിയിട്ട് പറയേണ്ടി വരും. അറബിയിലല്ല, മലയാള പരിഭാഷ 69:44 പറയുന്ന ഒരു പ്രവാചകൻ കള്ളപ്രവാചകനാണെങ്കിൽ അള്ളാഹു അവനെ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ അയോട്ട മുറിച്ചു കളയും, ജീവനാടി മുറിച്ചു കളയും എന്നാ പറയുന്നത്. അവൻ കള്ളനാണെങ്കിൽ അതാണ് അവന്റെ വിധി എന്നാ പറയുന്നത്. ഈ മുഹമ്മദ് മരിക്കുന്നത് എങ്ങനെയാന്ന് അബ്ദുള്ളക്ക് അറിയോ? മുഹമ്മദ് മരിക്കാൻ സമയത്ത് അതിവേദന കൊണ്ട് ഐഷയുടെ മടിയിലോട്ട് തല വെച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്റെ അയോട്ട മുറിഞ്ഞു പോകുന്നതായി എനിക്ക് അനുഭവിക്കുന്നു. മനസ്സിലായോ? അവിടെ ആയത്ത് കിടക്കാണ്. അയോട്ട മുറിയുന്ന ആരുടെയാ? കള്ളപ്രവാചകന്റെ ആണ്. കള്ളപ്രവാചകന്റെ അയോട്ട മുറിയുമെന്ന് നിങ്ങളുടെ പുസ്തകം 69:44 എഴുതിയിരിക്കുമ്പോ അതേ കാര്യമാണ് നിങ്ങളുടെ ഹദീസ് സഹീഹ് അൽ ബുഖാരി 44 എഴുതിയിട്ടുണ്ട്. ഈ മരണത്തെ പറ്റി ഐഷയോട് പറയാണ്, മുഹമ്മദ് തന്നെ പറയാണ്, ഇതാ എന്റെ അയോട്ട മുറിയുന്നു. അയോട്ട മുറിയുന്ന ആരുടെയാണ്?
കള്ളപ്രവാചകന്റെ ആണ്. നിങ്ങൾ പറയുന്നത് തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. നിങ്ങൾ ഖുർആൻ എടുത്ത് വായിച്ചു നോക്ക്, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പിന്നെ ഖുർആനില് ഇപ്പോ യേശുവിനെ പറ്റി ഖുർആനില് ഖുർആനിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഖുർആനിലൊക്കെ ഈ അഹ്സാബ് സൂറത്തില് ഒക്കെ പറയുന്നുള്ളത്, മുഹമ്മദ് നബി നിങ്ങളുടെ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല, എന്നാൽ അവൻ അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരുടെ മുദ്രയും എന്ന് പറഞ്ഞാൽ അവസാന പ്രവാചകനുമാകുന്നു. അള്ളാഹു എല്ലാത്തിനെയും പൂർണ്ണമായി അറിയുന്നവനാണ്. ഖുർആനിൽ പറയുന്നുണ്ട് റസൂലുള്ളാന്റെ ഇത്. സഹോദര അത് നിങ്ങൾ ഈ കണ്ടനാടി പിടിക്കുന്ന കാര്യം പറയുന്നത് തെറ്റായ രീതിയിലല്ലേ പറയും? അബ്ദുള്ള, ഇത് കേക്ക്. ഇത് ആരാ ഈ ഖുർആനിൽ ഇത് പറഞ്ഞത്? റസൂലുള്ള മുഹമ്മദ് നബിയാണ് പറയുന്നത്. ആരെ മുഹമ്മദ് നബി. പറ്റിയാണ് പറയുന്നത്? അതെ, മുഹമ്മദ് നബിയെ പറ്റി തന്നെ. അപ്പൊ അവിടെ ഒരു സപ്പോർട്ടിങ് എവിഡൻസ്, വേറൊരു സാക്ഷി ഇല്ല. ഇതാ ഇന്നലെ പറഞ്ഞതിന് യൂനിസ് ഇതുവഴി പോയത്. സാക്ഷി ഇല്ല, ഉണ്ടോ? പക്ഷെ അദ്ദേഹത്തിന്റെ വചനത്തിലും അദ്ദേഹത്തിന്റെ ആ ജീവിത രീതിയിലും വിശ്വാസം വരുന്നുണ്ട്. എന്തുകൊണ്ടല്ലെങ്കിൽ 40 വയസ്സിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നത് സത്യസന്ധനാണ്, ഒരു അൽഹമീൻ എന്ന ഒരു നല്ലൊരു മനുഷ്യനായിട്ട്, കളവ് പോലും പറയാത്ത വ്യക്തിയായിട്ട് ജീവിച്ച വ്യക്തിയാണ്. അതിനുശേഷം ഒരു 40 വർഷത്തിന് ശേഷം ഭൗതികപരമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമുള്ള എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട്, ആത്മീയപരമായ മുൻതൂക്കത്തിന് ആത്മീയപരമായി ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് നേർവഴി കാണിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെയുള്ള വ്യക്തിക്ക് പിന്നെ ഇങ്ങനെ ഒരു കളവ് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ അദ്ദേഹം പ്രവാചകനാണ് അന്തിമമായിട്ടുള്ളത് എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. എത്രാം വയസ്സിലാണ് ലൗകിക സുഖങ്ങൾ അദ്ദേഹം ത്യജിച്ചത്? അല്ല, ചെറുപ്പം മുമ്പ് ലൗകിക സുഖങ്ങൾ ആർത്തി ഉണ്ടായിരുന്നില്ല. നല്ലൊരു മനുഷ്യനായി സത്യസന്ധനായി ജീവിച്ചിരുന്നു. പിന്നെ 40 വയസ്സിന് ശേഷം മതം തുടങ്ങുന്ന മനുഷ്യരായിരുന്നു, സംഭവിച്ചു. നിങ്ങൾ ഈ പറയുന്ന ലൗകിക സുഖങ്ങളൊക്കെ ത്യജിച്ചെന്ന് പറയുന്നത്, അതായത് പൊതുവെയുള്ള ജീവിത സുഖങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചു വന്നു റസൂലുള്ള. എന്ത് ജീവിത സുഖമാണ് ത്യജിച്ചത്? അന്ന് അറേബ്യൻ മരുഭൂമിയിൽ ഈ പറയുന്ന പോലെ അമ്യൂസ്മെന്റ് പാർക്കോ 5 സ്റ്റാർ ഹോട്ടലോ ഒന്നും ഇല്ലല്ലോ. എന്ത് ജീവിത സുഖം? അന്ന് അത്രയും സൗകര്യമൊക്കെ അവിടെ ഉള്ളൂ. നിങ്ങൾക്ക് അതാണോ സുഖം? ആ ഒരു കാലഘട്ടത്തില് എല്ലാ സുഖങ്ങളും. അപ്പൊ അദ്ദേഹം ഒരു ഖുറൈശി ഗോത്രത്തിന്റെ ഏറ്റവും വലിയ കുടുംബത്തിലാണ് പിറന്നത്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാം ത്യജിക്കേണ്ടി വന്നത് അദ്ദേഹം ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടുത്തെ പരമാവധി ലക്ഷ്യം ഒട്ടോപ്പാല് കുടിക്കുക, ഈത്തപ്പഴം തിന്നുക, മീൻ തിന്നുക, പിന്നെ പെണ്ണുങ്ങളെ കളിക്കുക. ഇത്ര ഈ 4 ലക്ഷറിയല്ലേ ഉള്ളൂ. ആഭരണങ്ങളും സ്വർണങ്ങളും സ്വത്തുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒട്ടകങ്ങൾ എത്രയോ. അതൊരു ആർഭാടം. ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ നിങ്ങളെ വിശ്വാസം വർഷം ഞാൻ ചോദിക്കട്ടെ, 1400 വർഷം മുമ്പ് അറേബ്യ പടുത്ത ഏതെങ്കിലും കൊട്ടാരം ഉണ്ടോ ഇങ്ങനെ രത്നങ്ങളൊക്കെ വെച്ച് ഇരിക്കുന്നത്? അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ത്യജിച്ചിട്ട്, അത് ആ ഒരു കാലഘട്ടം അതൊക്കെ ത്യജിച്ചിട്ടാണ് അദ്ദേഹം ഇതാക്കിയത്. എന്റെ സഹോദരൻ, ഈ അമേരിക്കക്കാർ അവിടെ ഓയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 10 രൂപ ഉണ്ടായി. അല്ലെ, അവിടെ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ഇറാനിലൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിയെടുത്ത് എല്ലാ ഇതിലും സമ്പത്ത് ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിങ്ങളൊന്നും അല്ലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഖുറൈശി ഗോത്രം എന്ന് പറയുമ്പോൾ വലിയ ഗോത്രമായിരിക്കും അല്ലേ സാരഗ്ര? അപ്പൊ ആ ഖുറൈശി ഗോത്രത്തില് നല്ല സാമ്പത്തികമായിട്ടുള്ള നല്ലൊരു പൊസിഷനിൽ ഉണ്ടാവുന്ന കുടുംബമായിരിക്കുമല്ലോ, സമൂഹമായിരിക്കുമല്ലോ. നമ്മുടെ ആഗ്രഹം ആ ഒരു അറബി വംശത്തില് അവിടെ ഖുറൈശി ഗോത്രം നല്ല സാമ്പത്തികമായി അനാഥ ബാലനായിരുന്നു. അയാളൊരു സമ്പന്നനൊന്നും അല്ലായിരുന്നു. അയാൾ നന്നേ ചെറുപ്പത്തിൽ ചെറിയ കഴിവൊക്കെ ഉണ്ടായിരുന്നു. അയാള് സമ്പത്തൊന്നും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കച്ചവടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കച്ചവടം ചെയ്യാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന് പൈസ ഇല്ലാത്തതുകൊണ്ട് 40 വയസ്സുള്ള ഖദീജ എന്ന് പറഞ്ഞൊരു വിധവ, അവരൊരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ ക്രിസ്ത്യാനിയായ ഖദീജയുടെ കൂടെ കൂടി അവരുടെ സഹായിയായിട്ട് കൂടി പിന്നെ അവരെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഖദീജയുടെ വർദ്ധിച്ച സ്വത്ത് ഇയാളുടെ കയ്യിൽ വന്നു. അതാണ് അയാളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് അയാൾ പിന്നീട് കച്ചവടം നടത്തുകയും അനുയായികളെ സംഘടിപ്പിക്കുകയും പിന്നെ കച്ചവട സംഘങ്ങൾ പോകുന്ന വഴി പതിയിരുന്ന് അവരെ ആക്രമിച്ച് അതൊക്കെ കീഴ്പ്പെടുത്തി കൊള്ളയടി തുടങ്ങി. അപ്പം പറഞ്ഞു, കൊള്ളയടിച്ച് എന്നാ കിട്ടിയാലും 5-ൽ 4 നിങ്ങൾ എടുത്തു, 5-ൽ 1 എനിക്ക് തരണം. പിന്നെ പുള്ളിയുടെ അനുയായികൾ കൊള്ളയടി തുടങ്ങി, 5-ൽ 1 വെച്ച് കിട്ടി. പുള്ളി അങ്ങനെ വലിയ സമ്പന്നനായി തീർന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ പുള്ളി വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ശ്രീബുദ്ധനെ പറ്റി പറയാതെ അത് കോപ്പിടിച്ച്. ശ്രീബുദ്ധൻ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചു, അദ്ദേഹം രാജ കൊട്ടാരത്തിലായിരുന്നു, അതൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം.
അദ്ദേഹം മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥശൂന്യത എന്ത്, അപ്പം മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്ത്, ഇതൊക്കെ അറിയാൻ വേണ്ടി അയാൾ സകലതും പരിത്യജിച്ച് തപസ്സിന് വേണ്ടി ഇറങ്ങി. സർവ്വസംഘം ഉറങ്ങിക്കിടന്ന സുന്ദരിയായ ഭാര്യയെ യശോദയെയും കുഞ്ഞിനെയും കൊട്ടാരത്തിൽ ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ അർത്ഥം തേടി സിദ്ധാർത്ഥൻ ഇറങ്ങിപ്പോയി. അപ്പൊ അതിനോടും മറ്റും ഈ മുഹമ്മദിനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അവർ ഒക്കുന്നേ? ഞാന് ബുദ്ധനല്ല നിങ്ങൾ പറഞ്ഞത്, അദ്ദേഹമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. അദ്ദേഹം വേറെ രീതിയിലാണ് ചിന്തിച്ചത്. അല്ല, ഞാൻ ചോദിച്ച ഈ മുഹമ്മദ് സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോ എന്തൊക്കെ ഉപേക്ഷിച്ചെന്നൊന്ന് പറ. സെക്സ് ഉപേക്ഷിച്ചില്ല, പിന്നെ എന്താ ഉപേക്ഷിച്ചേ? അല്ല, സെക്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന ഇപ്പോ മദ്യങ്ങള്, വീഞ്ഞ്, മദ്യം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിച്ചിട്ടില്ലേ? മദ്യവും തെറ്റായ രീതിയിലുള്ള, പിന്നെ വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളിപ്പോ പറയുന്ന കൊള്ളയടിക്കാൻ, യുദ്ധത്തിൻ്റെത് കൊള്ളയടിയല്ല. യുദ്ധാർജിത സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കിട്ടുന്നതാണ്, കൊള്ളയടിച്ചിട്ടൊന്നല്ല. പിന്നെ ആ സ്വത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. പൊതുവെ ആ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. യുദ്ധങ്ങളിൽ തോൽക്കുന്ന സമയത്ത് യുദ്ധാർജിത സ്വത്തുകൾ അവർ എടുക്കും. എന്നിട്ട് അവിടെയുള്ള പടയാളികൾക്കും അവിടെ ഒരു മതപരമായിട്ട് ഒരു ഭാഗത്ത് അവർ ചേർത്ത് വെക്കും, ചെറിയൊരു ഭാഗം. അത് പിന്നീട് അവിടുത്തെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്കൊക്കെ അത് വീതം വെക്കും. അതല്ലാണ്ട് ഇതൊന്നും ഈ മുഹമ്മദ് നബിക്കൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല, നിങ്ങൾ മുഹമ്മദ് നബിയെ ആരാധിക്കുന്ന ആൾക്കാരല്ല. മുഹമ്മദ് നബി ഇല്ലാതെ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും. ആദരവല്ലേ? അല്ല, നിങ്ങൾ മുഹമ്മദ് നബിയെ ആരാധിക്കുക, പിന്നെ കല്ലിനായി കാബയിൽ ഒരു കറുത്ത കല്ലുണ്ട്, അതിനെ ആരാധിക്കുക. പിന്നെ നിങ്ങളെ പള്ളികളിൽ തന്നെ 2-3 വിഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അതില്ല നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? എന്നോടാണോ? അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ ഷിംപാസ്റ്റോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം മുഹമ്മദ് നബി ഇല്ലാതെ പിന്നെ കഴിയില്ല. ഞാൻ വെറുതെ പറയണല്ല, അദ്ദേഹം പിന്നെ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, ഈ സാരാഗ്രഹം എന്ന് പറഞ്ഞ് വിമർശിക്കുന്നെങ്കിൽ അദ്ദേഹം അവഹേളിക്കുന്നില്ല. അപ്പൊ സംസാരിക്കാൻ ഒരു താല്പര്യമുണ്ട്. അതല്ലാതെ താങ്കൾ പറയും മുഹമ്മദ് നബിയെ ദൈവമായി കാണുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം മുഹമ്മദിന്റെ നാമം കൂടെ ചേർത്തല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അതുകൊണ്ട് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ദൂതനെന്നല്ലേ പറയുന്നത്? ദൂതൊന്നും വേണ്ട, ആളെ പേരില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പാസ്റ്റർ ഞാനൊന്ന് മറുപടി പറയട്ടെ. ഒന്ന് പാസ്റ്റർ പറയുന്നു, കള്ളപ്രവാചകനാണെങ്കിൽ കള്ളപ്രവാചകന്മാരുടെ നാടി മുറിക്കും, ജീവനാടി മുറിക്കുമെന്ന് ഖുർആനിൽ അങ്ങനെ ആയത്തിൽ ഇല്ലല്ലോ. അവിടെ പറയപ്പെടുന്ന ശ്രദ്ധിച്ചപ്പോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്ന വിഷയം ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. എനിക്ക് മനസ്സിലായത്, അള്ളാഹു നൽകുന്ന വചനങ്ങൾ മറച്ചു വെച്ചാൽ അല്ലെങ്കിൽ അതിനകത്ത് തെറ്റ് കാണിച്ചാൽ അങ്ങനെ പ്രവാചകനായിരിക്കെ ആ പ്രവാചകൻ അള്ളാഹുവിന്റെ ദിവ്യബോധനങ്ങൾ മറച്ചു വയ്ക്കുകയോ പ്രചരിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ ആക്ഷൻ എടുക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. എങ്ങനെ നമ്മുടെ യോനയുടെ കാര്യത്തിൽ ആക്ഷൻ എടുത്തതുപോലെ ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിക്കുന്നുള്ളൂ. കള്ളപ്രവാചകന്മാർ, അതായത് ഒരാൾ ഞാൻ ദൈവത്തിന്റെ, അതായത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ ആ വാദിച്ചവനെ കുറിച്ച്, കള്ളപ്രവാചകൻ എന്താണ്? ഒരാള് പ്രവാചകനല്ലാതിരിക്കെ ഞാൻ പ്രവാചകനായിട്ട് വാദിക്കുന്നവനാണ് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഖുർആൻ ആയത്തിൽ പറയുന്ന വിഷയം, ഈ പ്രബോധനം മുഹമ്മദിന് നൽകുമ്പോൾ ആ പ്രബോധനം മറച്ചു പിടിക്കുകയോ പറയാതിരിക്കുകയോ അത് ഒഴിവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എടുക്കുന്ന ഒരു പ്രവാചകനോടുള്ള ആക്ഷൻ ആയിട്ടാണ് ആ വചനം വരുന്നത്, കള്ളപ്രവാചകനോടുള്ള ആക്ഷൻ ആയിട്ടല്ല എന്ന് ഒന്ന് ഞാൻ ഉണർത്തുന്നു. താങ്കളൊന്ന് ആ വിഷയത്തെ ഒന്ന് പ്രതികരിക്കും ആദ്യം. ഓക്കെ. അതായത് ഒരു പ്രവാചകന് ദൈവം റിവീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രൂത്തിനെ ആളുകളോട് പറയാതെ അവനത് മറച്ചു വെക്കുമ്പോൾ അവന് വരുന്ന ശിക്ഷയെ പറ്റി പറയുമ്പം അങ്ങനെ ട്രൂത്തിനെ മറച്ചു വെക്കുന്നവൻ കള്ളപ്രവാചകനാണ്. പൗലുസ്ലീഹ എഫേസോസിലെ വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതിൽ പ്രയോജനമുള്ളതൊന്നും തന്നെ ഞാൻ മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ മറച്ചു വെക്കുന്ന ഒരു ശീലം പ്രവാചകന്മാരുടെ ഇടയിലുണ്ട്. പൗലുസ്ലീഹ സ്വയമായിട്ട് പറയാണ്, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ മറച്ചു വെക്കുന്നവൻ ഇങ്ങനെ ഒരു ശിക്ഷ വരുമെന്ന് മുഹമ്മദ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആന് 69 അദ്ദേഹത്തിന്റെ മരണസമയത്ത് അതേ കാര്യം അദ്ദേഹം പറയും, ഇതാ എന്റെ അയോട്ട മുറിയുന്നു എന്ന് പറയുമ്പോൾ തന്റെ മരണം വിധി, ദൈവിക സന്ദേശത്തെ മറച്ചു വെച്ചവനുള്ള വിധിയാണ് തനിക്കിപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം സ്വയം ടെസ്റ്റിഫൈ ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇസ്മായിൽ? അതൊക്കെ അതായത് ഒരു കള്ളപ്രവാചകന്റെ അർത്ഥത്തിലല്ല അവിടെ വരുന്നത്. ദൈവിക സന്ദേശങ്ങൾ മറച്ചു വച്ചവനുള്ള വിധിയായിട്ടാണ്, അല്ലെങ്കിൽ ആ വിധിയായിട്ടാണ് ഖുർആൻ ആയത്തിൽ പറയുന്നത്. ഇവിടെ നിഷേധി എന്നൊക്കെ പറയാം. ഇവിടെ പറയുന്നത് ജൂതസ്ത്രീ വിഷം കൊടുത്തു. ആ വിഷം മരണ സമയത്ത് ബോഡി വീക്കായപ്പോൾ ആ വിഷം പ്രവർത്തിച്ച് അപ്പോൾ പൊതുവെ അറബികളുടെ ആ ഭാഗത്തുള്ള ഒരു ഭാഷാ ശൈലിയാണ് എന്ത്, ആ വേദനയുടെ കാഠിന്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആ പദം ഹദീസിൽ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആ ഒരു പദത്തെ നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ കിടക്കുമ്പോഴേക്കും അത് പക്ഷെ കള്ളപ്രവാചകന്റെ വിധിയായിട്ടില്ല വരുന്നത്. അവിടെ വരുന്നത് കള്ളപ്രവാചകനാണ് എന്ന അർത്ഥത്തിലുള്ള ചർച്ചയല്ല അവിടെ പ്രസക്തമാകുന്നത്. അവിടെ ഈ ഖുർആൻ ആയത്തിൽ പറയുന്നത് പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ട് നുബുവത്തിന്റെ ഇൽമു നൽകിയാൽ, അതായത് നുബുവത്തിന്റെ ഇൽമു നൽകി കഴിഞ്ഞാൽ ആ ഇൽമിനെ മറച്ചു വയ്ക്കുകയോ അത് കണ്ണടക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ മറ്റേ ശിക്ഷാ നടപടി ഭാഗമായിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇസ്മായിലെ, കള്ളപ്രവാചകന്മാര് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ദൈവം പറയാത്തത് പറയുന്നത് കള്ളപ്രവാചകനാണ്, ദൈവം പറഞ്ഞത് പറയാതിരിക്കുന്നവരും കള്ളപ്രവാചകനാണ്. ഉദാഹരണമായി കൊണ്ടോ പറഞ്ഞു കേട്ടോ, താങ്കൾ കുറെ സംസാരിച്ച ഞാൻ പറയട്ടെ. അതായത് അതിപ്പോ യേശുവിന്റെ കാര്യത്തിൽ നോക്കുക. യേശുവിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ആ ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഏൽപ്പിച്ച ഡ്യൂട്ടി എന്നിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറയുന്നത് എന്തല്ല, ഒരു പ്രവാചകന് ഭൂഷണമായ കാര്യമല്ല. മരണമാണ് മുമ്പിൽ വരുന്നതെങ്കിലും എന്ത് പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നാലും ചെയ്യാൻ കഴിയാത്ത കാര്യമായാലും ദൈവം കൽപ്പിച്ചാൽ ചെയ്യുക എന്നുള്ള പ്രവാചകന്റെ ഡ്യൂട്ടി. അപ്പൊ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അത് ആ പ്രത്യേക സന്ധിയിലാണ്. അതായത് മൂന്ന് പ്രാവശ്യം ഒലിമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. വഴി വരുമ്പോൾ ശിഷ്യന്മാരെ ഒന്ന് കിടന്നുറങ്ങുന്നു, ഉണർന്നിരിക്കാൻ പറയുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു. ആ സമയത്താണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. രക്തം പോലെ ഏറ്റ് വീണെന്ന അർത്ഥത്തിൽ ആ കഠിനമായ വേദന അനുഭവിക്കുമ്പോൾ ഈ ഡ്യൂട്ടി, അതികഠിനമായ ഡ്യൂട്ടി എന്നിൽ നിന്നൊന്ന് ഒഴിവാക്കി തരുമ്പോൾ, ഈ പാനപാത്രത്തിൽ നിന്ന് ഒഴിവാക്കി തരുമെന്ന് അതൊരു പ്രവാചകന് ചേർന്ന ഒരു സംഭാഷണ ശൈലിയല്ല. അപ്പോൾ അതൊക്കെ പ്രവാചകന്മാർക്ക് വരാവുന്ന. ഇപ്പൊ യോനയുടെ കാര്യത്തില് യോനയോട് പറഞ്ഞ കാര്യത്തിൽ വീട് ഇന്ന് പട്ടണത്തിൽ പോകാൻ പറഞ്ഞു, വേറെ പട്ടണത്തിലേക്ക് പോയി, എടുത്ത് മത്സ്യത്തിന്റെ വായിലിട്ടു. 3 ദിവസം മത്സ്യത്തിന്റെ വായിൽ കിടന്നു, ജീവനോട് കൂടെ തന്നെ. അതാണ് യേശുവിന്റെ ഉപമ തന്നെ. 3 ദിവസം എന്ത് ചെയ്യുന്നു, ഞാൻ ഇരിക്കും, ഭൂമിയിൽ ഉണ്ടാകും എന്ന അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ പ്രവാചകന്മാരുടെ കാര്യങ്ങളിൽ അങ്ങനെ ഡ്യൂട്ടി നിർവഹിക്കുന്ന കാര്യത്തിൽ എന്ത് വരുന്നുണ്ട്, അവർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മുഹമ്മദ് നബിയോട് പറയുന്നു, മുഹമ്മദ് നബി അള്ളാഹു ഏൽപ്പിക്കുന്ന ഡ്യൂട്ടിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്തായിരിക്കും? അത് അവിടുത്തെ അറബികളുടെ ഭാഷാ ശൈലിയാണ്. മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേദനയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ അറേബ്യൻ ഭാഷാ ശൈലിയാണ്. ആ ഒരു ഭാഷാ ശൈലി ആ അർത്ഥത്തിലാണ്. കള്ളപ്രവാചകൻ എന്ന അർത്ഥത്തിലല്ല. പ്രവാചകനായിരിക്കെ ഒരു കള്ളപ്രവാചകനായിട്ട് ആ ശിക്ഷ ദൈവം അള്ളാഹു വിധിച്ചിട്ടില്ല. പ്രവാചകനായിരിക്കെ പ്രവാചക ഡ്യൂട്ടിയിൽ അലംഭാവം കാണിക്കുന്ന പ്രവാചകനെതിരെയാണ് ആ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്, സാക്ഷ്യം ഉണ്ടാവും എന്നുള്ളത്. അത് ഉദാഹരണമായിക്കൊണ്ടും യോനയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയും കൊടുത്തില്ല. യേശുവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു. അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറയുന്നത്. ഞങ്ങൾ യേശുവിന്റെ ഈ സമസ്യന്റെ പിന്നിൽ അണിനിരക്കെന്ന് പറയുന്നതും ആ ഡ്യൂട്ടി ഇനിയും പൂർത്തീകരിക്കുന്നു പറയുന്നതും. അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ. ഈ ടൈറ്റിലേക്ക് പഠിക്കി പോയാൽ മുഹമ്മദ് പ്രവാചകൻ എന്നതിന് തെളിവില്ല എന്നുള്ള ചർച്ച നമുക്ക് തുടർന്ന് നടത്താമെന്ന് തോന്നുന്നു. അല്ല, അതിപ്പോ ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഒരു കള്ളപ്രവാചകന് വരാൻ പോകുന്ന ശിക്ഷയെ പറ്റി ഈ ഖുറാന്റെ പുറങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ 69-ാമത്തെ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. 44-ാമത്തെ വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതേ കാര്യം തനിക്കിതാ ഭവിക്കുന്നെന്ന് തന്റെ മരണസമയത്ത് മുഹമ്മദ് കൺഫസ് ചെയ്യുമ്പോൾ മുഹമ്മദ് ഒരു സ്വീകാരനായ പ്രവാചകനായിരുന്നില്ല, മറിച്ച് തിരസ്കൃതനായ പ്രവാചകനാണെന്ന് ഖുറാന്റെ മാനദണ്ഡം വെച്ച് തന്നെ അവിടെ തെളിയുകയാണ്. ഇതാണ് എന്റെ ആർഗ്യുമെന്റ്. അതിനെ ഖുറാന്റെ മാനദണ്ഡം പറഞ്ഞില്ലേ? ഒരു ചെറിയൊരു 10 സെക്കൻഡ് എടുത്തോട്ടെ. അല്ല വേണ്ട, ഇസ്മായിൽ ഒരു നല്ല മുസ്ലിമാണ്. അല്ല, മുഹമ്മദിനെ മരിക്കുന്ന നിമിത്ത് അങ്ങനെ ശരിയായ രീതിയിൽ നിങ്ങളുടെ ഉണ്ടോ? അതൊരു ഹദീസ് പറഞ്ഞ തെളിവ് പറഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാലോ. പറയാം
ഖുർആനിൽ നിങ്ങൾ പറഞ്ഞ് ആ മരണപ്പെടുന്ന സമയത്ത് റസൂലുള്ള അങ്ങനെ അത് പിടിച്ചെന്ന് പറയുന്നില്ലേ, കണ്ടനാഴി പിടിച്ചെന്ന്, അതിനൊരു തെളിവുണ്ടോ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അത് ഒന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മുടേതായ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒന്ന് പഠിച്ച് ഇപ്പൊ ഞാനിപ്പോ ഇദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്തു മുഹമ്മദ് നബിയുടെ അഭിഷേകവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഗൂഗിളിൽ നമുക്ക് മനസ്സിലായി ആയത്തും ഹദീസും ഞാൻ കണ്ടു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇത്തരം വേദികൾ വന്നുകൊണ്ടും അവരോട് നാം നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്ന പരിമിതിയുണ്ട്. അത് ഹദീസുണ്ട്. ഹദീസിൽ ആയിഷ ബീവിയോട് റസൂൽ അല്ല, പറയുന്നു. അങ്ങനെ പറയുമ്പോ അവരോടല്ലേ ചോദിക്കേണ്ടത്. അല്ല എന്നിട്ട് നമുക്ക് നോക്കാലോ. ഇല്ലെങ്കിൽ പിന്നീട് പൂർണ്ണമായ വിശ്വാസം വരത്തില്ല. അതുകൊണ്ടാണ് പിന്നീട് പറയുന്ന കാര്യത്തിൽ വിശ്വാസം വരത്തില്ല. ഷിബു സാറേ, അവിടെ 69 സൂറ വേഴ്സ് നമ്പർ 44 അവിടെ മുഹമ്മദ് റസൂലിനെ എന്തുകൊണ്ടാണ് വാർണിംഗ് ചെയ്യുന്നത്? വാർണിംഗ് ആണ് ചെയ്യുന്നുള്ളത്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു സെക്കൻഡ് ഇബ്രാഹിമേ. അബ്ദുള്ള, ഈ സഹീഹ് അൽ ബുഖാരി 44 വായിക്കട്ടോ അബ്ദുള്ള. അതിനകത്തുണ്ട് അൽ ബുഖാരി, അതിനകത്ത് മരണക്കാരി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപ്പറ്റി അറിയത്തില്ല. ഇസ്മായിൽ കുറെ കൂടെ സത്യസന്ധമായിട്ട് അത് പരിശോധിച്ചു. ഇനി ഇബ്രാഹിം ചോദിച്ചത് എന്തിനാണ് വാൺ ചെയ്യുന്നെന്നോ? അതെ, അത് 69 വേഴ്സ് 44 നിങ്ങൾ പറഞ്ഞില്ലേ, അവിടെ വാർണിംഗ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വാർണിംഗ് ചെയ്യുന്നത്? വാണിംഗ് എന്ന് പറഞ്ഞാൽ ദൈവം റിവീൽ ചെയ്തു കൊടുക്കുന്ന ട്രൂത്തിനെ മറച്ചു വെച്ചാൽ വരാൻ പോകുന്ന ശിക്ഷയെ പറ്റിയാണ് വാണിംഗ്. അതെ, അതായത് ദൈവം പറഞ്ഞ പോലെ തന്നെ പറയണം ജനങ്ങളുടെ അടുത്ത്. എക്സ്ട്രാ എന്തും മിക്സാക്കി പറയാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നുള്ളത്. അതായത് ദൈവവാക്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകളും റസൂലിന്റെ വാക്കുകളും ഒന്നാണെന്നാണ് അവിടെ പറയുന്നുള്ളത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അങ്ങനെയല്ല അവിടെ പറയുന്നത്. മറച്ചു വെച്ചാൽ അല്ല, 40 നോക്കി ഫസ്റ്റ്. മുഹമ്മദ് 40 സ്റ്റാർട്ട് ആവുന്ന ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. തീർച്ചയായിട്ടും ഇത് ഈ കലാം അള്ളാഹുന്റെ കലാമുകളാണ്, അള്ളാഹുന്റെ കലാമാണ്. ബട്ട് ഇംഗ്ലീഷിൽ പറ, കാരണം ഇബ്രാഹിമിന്റെ മലയാളം അള്ളാഹുന്റെ വേർഡ്സുകളാണ്. ബട്ട് റസൂലിന്റെ സേയിങ്സ് ആണ്, സേയിങ് ഓഫ് റസൂൽ ആണ്. ഏത് ഖുറാൻ, ഈ ഖുറാന്റെ ആയത്തുകള്. അതിന്റെ ശേഷം എന്ത് പറയുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് പറയാനാ പറഞ്ഞത്. അതന്നെ ഇംഗ്ലീഷിൽ അറബിൽ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇംഗ്ലീഷിൽ ഷോർലി ദിസ് ഈസ് ദ സേയിങ് ഓഫ് ദ മെസ്സഞ്ചർ. ഇത് നെക്സ്റ്റ് വേഴ്സിൽ എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഈ പോയിന്റ് ഒന്ന് ക്ലിയർ ആയി. അല്ല, അതുകൊണ്ടല്ല ഒരു കാര്യം പറഞ്ഞ് തീർത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിക്കാമല്ലോ. ഞാൻ സംസാരിച്ച് നിർത്തിയ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആശയം പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ പിന്നെ മറ്റൊരു ഇപ്പൊ അബ്ദുള്ളയുടെ വിഷയം കുറെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ആ വിഷയം പിന്നെ ഫ്ലോ നിന്നപ്പോഴാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ വർക്ക് സംസാരം സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ഇബ്രാഹിം കയറുന്നു. അതല്ലല്ലോ വേണ്ട, ഇബ്രാഹിം സംസാരിച്ചോ, ഞാൻ സംസാരിച്ചു. ഇവിടെ എന്താണ് മേലെ ടോപ്പിക്? എന്താണ് ഇത്? എനിക്ക് മലയാളം വായിക്കാൻ അറിയുന്നില്ല. ഞാൻ വിചാരിച്ചു അതിൽ മുഹമ്മദിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ട് ഷിബു സാർ എന്ന്. ടോപ്പിക് ഇതാണ്. ഈ ഞാൻ വന്നപ്പോൾ മുമ്പ് യൂനുസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ടോപ്പിക് ഉള്ളത്. മുഹമ്മദ് ഒരു പ്രവാചകൻ എന്നൊരു തെളിവില്ല യൂനുസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മുഹമ്മദ് ഇന്നലെ യേശുക്രിസ്തു ഒരു ശരിയായ പ്രവാചകനല്ലായിരുന്നെന്നും കള്ളപ്രവാചകനായതുകൊണ്ട് ജൂതന്മാർ ശിക്ഷ വിധിച്ചു കൊല്ലുകാരെന്ന് യൂനുസ് ഇവിടെ വന്ന് പറഞ്ഞു. അപ്പം മുഹമ്മദ് പ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പൊ ഈ തെളിവുകൾ പറഞ്ഞപ്പോൾ അപ്പോഴൊക്കെ പുള്ളി പോയി, ഇതിന് തെളിവൊന്നും വെച്ചില്ല. അതുകൊണ്ട് ഞാൻ ടൈറ്റിൽ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. തെളിവില്ലെന്ന് യൂനുസ് പറഞ്ഞില്ല. തെളിവ് ചോദിച്ചപ്പോൾ യൂനുസ് തെളിവ് തരാതെ പോയി. അപ്പൊ പിന്നെ തെളിവില്ലായിരിക്കുമല്ലോ എന്ന് ഞങ്ങൾ അനുമാനിച്ചു. ഈ തെളിവുണ്ടെങ്കിൽ ആർക്ക് വേണേലും വെക്കാം. കാരണം ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്തത് പുള്ളിയാണ്, ഞങ്ങളല്ല. ഓക്കെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വരുമ്പോൾ നടന്ന ചർച്ച മറ്റേ ശിവബാസ് പറഞ്ഞത് മുഹമ്മദ് കള്ളപ്രവാചകന്മാർക്ക് ഖുർആൻ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ജീവനാടി മുറിഞ്ഞു മരണപ്പെടുമെന്നുള്ളതാണ്, കൊല്ലുമെന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷെ മുഹമ്മദ് നബി ഹദീസ് പറയുന്നു, ബുഖാരിയുടെ ഹദീസിൽ പറയുന്നു, ആയിഷ ബീവിയോട് പറയുന്നു ആ ഒരു ജൂതൻ തന്ന വിഷം കഴിച്ചത് കൊണ്ട് ആ ബുദ്ധിമുട്ട് മുഖാന്തരം എന്റെ ജീവനാടി മുറിയുന്ന വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇത് രണ്ടും പറ്റുകൊണ്ടും ഈ കള്ളപ്രവാചകനുള്ള ശിക്ഷ മുഹമ്മദ് നബി ഏറ്റുവാങ്ങിയാണ് മരണപ്പെട്ടതെന്നുള്ള ആശയം പറഞ്ഞു. ആ ആശയത്തിൽ പറയപ്പെടുന്ന ഖുർആന്റെ ആയത്ത് കള്ളപ്രവാചകനോടുള്ള ആക്ഷനായിട്ട് പറയുന്നതല്ല, പ്രവാചകത്വമുള്ള ഒരു വ്യക്തി
പ്രൊഫസർ ആരുമാവട്ടെ, അത് അള്ളാഹുവിന്റെ ദൂത്, അള്ളാഹുവിന്റെ ദിവ്യബോധനം മറച്ചു വെച്ചു കഴിഞ്ഞാൽ ആ മറച്ചു വയ്ക്കുന്ന സത്യപ്രവാചകനുള്ള ശിക്ഷയാണ് എന്നാണ് ഖുറാന്റെ ആയത്തെന്ന് ഞാൻ അദ്ദേഹത്തിന് വിവരിച്ചു, അത്രമാത്രം. ഗുഡ്. ഇത് ഞാൻ പറഞ്ഞല്ല. ഞങ്ങൾ ഇവിടെ ക്രിസ്ത്യാനികള് പരിശുദ്ധ തൃത്വത്തെ പറ്റി വിവിധ ആളുകളുടെ കാഴ്ചപ്പാട് ചർച്ച ചെയ്തുകൊണ്ട് ഇന്നലെ ഇരുന്നപ്പോ യൂനുസുബായി മുകളിൽ കയറി വന്ന് പുള്ളിയാണ് പറഞ്ഞത് യേശു ഒരു കള്ളപ്രവാചകനായിരുന്നെന്നും കള്ളപ്രവാചകന് കൊടുക്കുന്ന ശിക്ഷ യഹൂദന്മാര് അദ്ദേഹത്തിന് കൊടുത്തെന്നും. അപ്പോ മുഹമ്മദിന്റെ പ്രവാചകത്വം ഞാനൊന്ന് പരിശോധിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഇപ്പൊ നിങ്ങൾ പറയുന്നു നല്ല പ്രവാചകൻ തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷയാണ്. ഓക്കെ, ഞാനത് അംഗീകരിച്ചു. മുഹമ്മദ് നല്ല പ്രവാചകനായിരുന്നു, മുഹമ്മദിന് ഒരു വീഴ്ച വന്നു, മുഹമ്മദിന് ആ ശിക്ഷ കിട്ടി. ഇനി എന്റെ മറുവാദം, ഈ നല്ല പ്രവാചകനാണ് അഴുക്ക് പ്രവാചകനാകുന്നത്. ഇപ്പൊ നല്ല പാലാണ് അഴുക്ക് പാലാകുന്നത്, നല്ല മുട്ടയാണ് ചീമുട്ടയാകുന്നത്. ഇപ്പൊ നല്ല മുട്ട അല്ലാതെ ചീമുട്ട എവിടുന്നേലും വരുന്നുണ്ടോ? അപ്പൊ നല്ല മുട്ടയാണ് ചീത്തയായി പോകുന്നത്. അപ്പൊ ഈ നല്ല പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടിനെ മറച്ചു വെച്ചാൽ പിന്നെ പറയട്ടെ, നല്ല പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടിനെ മറച്ചു വെച്ചാൽ ഈസ് നോ ലോങ്ങർ എ ഗുഡ് പ്രോഫറ്റ്. അപ്പൊ അവിടെ തൊട്ട് ഇയാൾ ഇത് മറച്ചു വെക്കുമ്പോ തൊട്ട് അയാൾ ഫാൾസ് പ്രോഫറ്റ് ആയില്ലേ? അപ്പൊ അതല്ലേ ശിക്ഷ കിട്ടിയേ? അല്ല, കള്ളപ്രവാചകൻ എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അത് ഞാൻ പിൻവലിക്കുന്നു. അപ്പൊ കറക്റ്റാണ്. ആരോടെ നിലനിൽക്കും അതിന് യുക്തമായിട്ട് നല്ല വിശദീകരണം വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. ഓക്കെ ശിവു സർ, ഇപ്പൊ അത് അവിടെ പറഞ്ഞുള്ള അവിടെ ജസ്റ്റ് വാർണിംഗ് മാത്രമാണ്. അതായത് ദൈവം പറഞ്ഞു കൊടുത്തതിന് എന്തെങ്കിലും മിക്സ് ചെയ്ത് പറഞ്ഞെങ്കിൽ അപ്പോ ആ വാർണിംഗ് ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ വലതു ഭാഗങ്ങളിൽ നിന്ന് കട്ട് ചെയ്യുമെന്ന്. അതാണ് അവിടെ വാർണിംഗ് പറഞ്ഞുള്ളത്. ഖുറാന്റെ ആയത്തുകള് ദൈവത്തിന്റെ വേർഡ്സുകളാണ് ആയെങ്കിലും സെയിംസ് ഓഫ് ദ മെസ്സഞ്ചർ. ഇബ്രാഹിം മുഴുവൻ കേട്ടില്ല. അപ്പൊ ഞാൻ ഹദീസിന്ന് അതേ കാര്യം മുഹമ്മദ് പറയുന്നുണ്ട് തന്റെ മരണസമയത്ത്. when he near to death he spoke to Aisha. ഈ സെയിം ഫേറ്റ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നെന്ന് ഹദീസ് സഹീഹ് അൽ ബുഖാരി 44 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം. മനസ്സിലായി ഇബ്രാഹിമിന്? ഓക്കെ സാർ, അല്ല ഈ ഹിസ്റ്ററികളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് സ്പിരിച്വാലിറ്റി ഞങ്ങൾക്ക് തേടിയാൽ എന്താണ് പ്രശ്നം ഷിബു സാർ? അല്ല, അത് നല്ല കാര്യം. നമുക്കൊരു തുഴയാം. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി അല്ലേ? എന്റെ ഇബ്രാഹിമെ, ഞാൻ സ്പിരിച്വൽ പേഴ്സൺ. ഇവിടെ ട്രിനിറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്മുടെ യൂനുസുബായി വന്ന് ഞങ്ങളുടെ കർത്താവ് ഒരു കള്ളപ്രവാചകനായിരുന്നെന്നും അതിന് കള്ളപ്രവാചകന് കിട്ടുന്ന ശിക്ഷ കിട്ടിയെന്നും പറഞ്ഞു. അപ്പോ അതിനുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണമാണിത്. അല്ല, ഞാനിവിടെ ഇസ്ലാമിക പ്രശ്നം നടത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടോട്ട് വന്ന് ഇങ്ങനെ ഒരെണ്ണം തരുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? ചെറുതായിട്ട് ഇങ്ങനെ തട്ടിവിടുകയാണ്. അല്ല, രോഗം പറഞ്ഞ ആ ഒരു ഹദീസിൽ അങ്ങനെ ഇല്ല കേട്ടാ. ഞാൻ പരിശോധിച്ചിട്ട് അമ്മ അങ്ങനെ കാണുന്നില്ല. ഞാൻ മലയാളത്തിൽ പരിശോധിച്ചത്. അത് ഖുർആനിലുള്ള ആയത്തല്ല. ഞാൻ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ് നോക്കിയത്. 44 പറയുന്നത് വേറെ കാര്യം. വിശ്വാസത്തിന്റെ മാധുര്യം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന പ്രവാചകൻ പറഞ്ഞു, ആർക്കും 3 ഗുണങ്ങൾ അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കും. ഒന്ന് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മറ്റുള്ള കാര്യം. അബ്ദുള്ള സഹീഹ് അൽ ബുഖാരി 44:28 ഗൂഗിളിൽ അടിച്ച ടെൻഡറടി. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടും. ഒന്ന് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും മറ്റുള്ള കാര്യം. അബ്ദുള്ള സഹീഹ് അൽ ബുഖാരി 44:28 ഗൂഗിളിൽ അടിച്ച ടെൻഡറടി. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടും. സഹീഹ് അൽ ബുഖാരി 44:28. നമ്മുടെ ഇസ്മായിൽ ഗൂഗിൾ അടിച്ച് പുള്ളിക്ക് കിട്ടിയെന്നും പുള്ളി പറഞ്ഞു. പുള്ളി അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഉണ്ടെന്ന്. അബ്ദുള്ളക്ക് മാത്രം കിട്ടുന്നില്ലെങ്കിൽ എന്താണ്? ഞാൻ പോകുന്നു. ഇതൊരു ഒരു യൂനിസിനോടുള്ള ഒരു പ്രതികരണ കമന്റ് എന്ന നിലയിൽ വലിയ ചർച്ചക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇല്ല ഇസ്മായിൽ പൊക്കോ. അല്ല, ഇത്രേ ഉള്ളൂ. ഇസ്മായിലെ സമ്മതിച്ചല്ലോ, അത് വളരെ നല്ല കാര്യം. ഇസ്മായിലൊക്കെ മടുത്തു കേട്ടോ. എന്തുമാത്രം വെളുപ്പിക്കുന്ന ഇപ്പൊ പെയിന്റ് കടയിൽ പോലും ചെന്നാ ഇപ്പം ഓടിച്ചു വിടുക. അത്യാവശ്യം മുട്ടിട്ടിട്ട് ഒറ്റ പിടിപ്പിക്കാൻ പിന്നെ അടുത്ത
വരച്ച് പണ്ടത്തെ ആ കുമ്മായ അടിയാറിനെ കിട്ടും. സമയം പോലും കിട്ടുന്നില്ല. നമ്മുടെ ആ കുമ്മായ അടിയാറിനെ വിളിച്ചാൽ വല്ലതും നടക്കുവോ? ആ അതേണ്ട നമ്മുടെ ഇക്കാക്ക അത് പിന്നെ സ്ക്രീനിൽ അല്ല കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. 4428 മുഹമ്മദ് അബ്ദുള്ളക്ക് വേണേ ചാറ്റി നോക്കിയാൽ മതി. അബ്ദുള്ള അത് 4428 ആ 4428 അങ്ങനാണ്. ഞാൻ 4428 എന്ന് പറയുമ്പോ അവിടെ അടിച്ചു നോക്കിട്ട് നമുക്ക് കാണുന്നില്ല. അതിൽ വേറെ എന്തൊക്കെയാ കാണുന്നത്? പാസ്റ്റർ ചുമ്മാ അത് തെറ്റ് ഹദീസൊക്കെ പറഞ്ഞു പഠിപ്പിക്കാം. അല്ല ഞാൻ 4428 അതെ അങ്ങനെ പറഞ്ഞു. ഞാൻ 4428 എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം ഇതിപ്പോ 4428 എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ഞാൻ അതിൽ അത് കിട്ടുന്നത് അനസ് റളിയല്ലാഹുവിന്റെ നിവേദനം ചെയ്യുന്നു. അള്ളാഹു ഖൈബർ മുസ്ലിങ്ങൾക്ക് വിജയമായി നൽകിയപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളിൽ നിന്ന് സഫിയ ബിൻത്ത് ഉഹയ്യ് റളിയല്ലാഹു അൻഹയെ സ്വയം തിരഞ്ഞെടുത്തു. തുടർന്ന് അവരെ മോചിപ്പിക്കുകയും അഥവാ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തു. അവരുടെ മോചനമാണ് വിവാഹത്തിന്റെ മഹർ ആശ്രപണം ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണയിച്ചു. ഈ ഹദീസ് മുഖ്യമായ ഖൈബർ യുദ്ധത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയയുടെ വിവാഹം സംബന്ധിച്ചതാണ്. ഇതിലൂടെ ഒരു സ്ത്രീയെ വിമോചിപ്പിച്ച് അതേ വിമോചനം തന്നെ മഹറായി സ്വീകരിച്ച് വിവാഹം നടത്താൻ സാധിക്കും എന്നത് ഫിഖ് നിയമങ്ങളിൽ തെളിയുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞ മരണാനന്തര സമയത്ത് കണ്ടനാളം പിടിച്ചു എന്ന് ചിലപ്പോ ഇംഗ്ലീഷിലൊക്കെ കിട്ടുമ്പോ അതില് ഹദീസുകൾ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ടാവും. എന്റെ സുഹൃത്ത് ഉള്ള സാധനമാണ്. എനിക്ക് ചർച്ച ഒരു മിനിറ്റ് ചെറിയാൻ കളിച്ചുണ്ട്. ഞാൻ ഈ ഹദീസിന്റെ നമ്പർ ഇവിടെ പറഞ്ഞപ്പോ ഞാനത് ഇട്ടു മതി. എനിക്ക് ചർച്ച അറിയില്ല. ഒരു 44:28 കൃത്യമായിട്ട് ഈ മുഹമ്മദിന്റെ അവസാന നാളുകളിലുള്ള മരണ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ചർച്ച അറിയില്ല. ഞാൻ നമ്പർ കേട്ടപ്പോ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞപ്പം കൺഫ്യൂഷൻ വേണ്ട. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഹദീസുകളുടെ ഗ്രന്ഥശേഖരത്തിൽ തന്നെയാണ് ഞാൻ കോപ്പി പേസ്റ്റ് കേട്ടത് കേട്ടോ. നിങ്ങൾ ഇല്ല എന്നുള്ള വാദം വേണ്ട. നിങ്ങൾ അതിനെ വേണമെങ്കിൽ ഹദീസിനെ നിങ്ങൾ വെളുപ്പിക്കുക കൽപ്പിക്കുക എന്തെങ്കിലും ചെയ്യില്ല. അതൊക്കെ എനിക്ക് വിഷയമല്ല. പക്ഷെ ഹദീസ് അവിടെ ഉണ്ട്. അടിയിൽ സുന്ന.com എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ചുമ്മാ ക്ലിക്ക് അച്ഛാ അത് ഇട്ട് കൊടുക്ക. അച്ഛാ ഇത് കൊടുത്തിട്ട് പുള്ളി അത് ഉറക്കെ വായിക്കുന്നത്. വായിച്ചപ്പോഴല്ലേ ഈ സംഭവം കൺഫ്യൂഷൻ അല്ല നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ആ ഇസ്മായിലും മറ്റേ നമ്മുടെ ഇബ്രാഹിമും പയ്യെ പോയ കണ്ടു. ഈ ആ അബ്ദുള്ള നമ്മൾ ഉപദ്രവിക്കണ്ട. പുള്ളി അറിവില്ലാതെ ഇവിടെ ഇല്ല എനിക്കത് ഇതൊന്നുമില്ല. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് മുഹമ്മദ് നബി മരണാനന്തര സമയത്ത് അദ്ദേഹത്തിന്റെ റൂഹ് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് ഒരു വേദന. ആ വേദന ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് എവിടെയാണ് മുഹമ്മദ് നബിയുടെ മരണ വൃത്താന്തം? ഐഷയോട് മരണ സമയത്ത് മുഹമ്മദ് പറഞ്ഞ എന്താണ് അത് പറ. തർക്കം 44 പോലും അങ്ങനെ അറിയില്ല. കാരണം എന്തില്ലെങ്കിൽ ഞങ്ങക്ക് ഈ കേട്ടറിവും പിന്നെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് കേട്ടോ. അത് ഞാൻ നല്ല ബോധ്യത്തിന് നമുക്കൊന്നും അറിയത്തില്ല. കാരണം തെറ്റാണെന്നറിയാം. എനിക്കൊന്നും അറിയത്തില്ല. അല്ല അതെ വിശ്വാസം തെറ്റായ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി എടുത്തേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം മരണാസന്ന സമയത്തുള്ള കാര്യവും പിന്നെ ഖുർആനിലും പറയുന്ന ഞാൻ എനിക്കറിയില്ല. ഞാൻ യേശു ക്രിസ്തു എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ഈ തൃത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈയോണുമായിട്ടൊക്കെ തർക്കിക്കാറുണ്ട്. ക്രിസ്തുവിന്റെ കാര്യത്തിലൊക്കെ ഈയോണായിട്ട് സംസാരിക്കാറുണ്ട്. അതല്ലാണ്ട് വേറൊന്നും. അതാണ് അബ്ദുള്ള. ഇത് കേക്ക്. നമുക്കിവിടെ അബ്ദുള്ള ആയിട്ട് ഒരു തർക്കവും ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റ് ഇന്നലെ ഈ യൂനുസ് പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞാണ്. അത് ഇസ്മായിൽ വന്നിച്ച് അത് വെരിഫൈ ചെയ്തു. അങ്ങനെ നോക്കി അങ്ങനെ തന്നെയാണ് ഉള്ളതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇസ്മായിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അതിനെ വിശദീകരിക്കേണ്ടതാണ്. പുള്ളിയെ വിശദീകരിക്കാൻ നിന്നില്ല. എങ്കിലും അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, അങ്ങനെ ഉണ്ട് എന്ന് പുള്ളി സമ്മതിച്ചിട്ട് പോയി. അപ്പൊ അവിടെ കൊണ്ട് തീർന്നു. ഇനിയിപ്പം നിങ്ങളത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ഇപ്പൊ നമ്മളിതിനെ വഴക്കുടിയത് അല്ല. ഇത് വഴക്കൊന്നുമില്ല. ഒന്നും അറിയാലോ. പുതിയ പുതിയ രീതിയിൽ നിങ്ങൾ പറയും ഓരോ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വിശാലമായിട്ട് പഠിക്കാം. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം പോയി നോക്ക്. ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാക്കി തർക്കിച്ചാൽ മതി. ആ എഴുതിയിട്ടുണ്ടെന്ന് ഏൽപ്പിച്ചാൽ എഴുതിയിട്ടാണ് ഞാൻ ആകാശത്തിനെ കൊണ്ടുവന്നല്ലോ. അവിടെ ഒട്ടിച്ച കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ
ഇക്കാക്ക കണ്ടു വായിച്ചു. ഇക്കാക്കയും പിന്നെ ഈപ്പച്ചനും കള്ളം പറഞ്ഞുകൂടെ? ചിലപ്പോ വായിക്കൂടെ, പുള്ളി ഇത് കാണട്ടെ, കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കട്ടെ. അതിന്റെ മലയാളം ഒരാൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാറ്റില് കേട്ടോ. ഈ അബ്ദുള്ള ചാറ്റിൽ നോക്ക മലയാളം. മലയാളമൊക്കെ എവിടെയാ കിട്ടുന്നത് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ കണ്ട ആരോ ഒരാള് അവിടെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പച്ച മലയാളം വന്നു കേട്ടോ. ഇനി ഇപ്പച്ചൻ ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്ന പറഞ്ഞിരിക്കുകയാണ്. ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അത് വേണേ മലയാളം വായിച്ചു, താഴെയുണ്ട്. ഇപ്പച്ചൻ 4ാം ക്ലാസ് അല്ല, വരെ പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ് റോമാച്ച. അബ്ദുൾ വന്നിട്ടുണ്ട്, അബ്ദുൾ റഷീദ്. പുള്ളിക്ക് വേണം സഹായിക്കാൻ പറ്റും. അബ്ദുള്ളയെ സഹായിച്ചോളൂ. ഇത് ആ വേഷം കഴിച്ച് വേഷത്തിന്റെ ഇതിലുള്ള പറയുന്നല്ലേ, കണ്ടനാടി വേദനിക്കുന്നു. അങ്ങനെ മുറിയുന്നത് ബെസ്റ്റ്. പിന്നെ എങ്ങനെയാ? ശരി ശരി. പിന്നെ എങ്ങനെ എന്തിനാ ചിരിക്കുന്നത്? എന്താണ് രക്തധമനി മുറിഞ്ഞ് മരിച്ചു പോയിന്ന? അതെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എന്താണ് എന്താണ് പ്രശ്നം ഇവിടെ? കള്ളപ്രവാചകൻ അങ്ങനെയാണോ പുള്ളി മരിച്ചത്? അങ്ങനെയാണോ മരിച്ചതെന്നാണോ നിങ്ങൾ പറയുന്നത്? അസുഖമില്ലാതെ രോഗം വന്ന് മരിച്ചു. എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങളുടെ എന്താണ് ഇവിടുത്തെ പോയിന്റ്? മുഹമ്മദ് ഒരു പ്രവാചകൻ എന്നതിന് തെളിവില്ല. യൂനിസിക്ക് അങ്ങനെ പറഞ്ഞില്ല. വിഷം കൊടുത്തതിന്റെ എഫക്റ്റില് രക്തധമനിക്ക് വേദനയുണ്ട്, മുറിഞ്ഞു പോകുന്ന വേദന ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഹദീസാണ്, സഹീഹായ ഹദീസാണ്. നല്ല വേദന എടുത്തിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. മരണത്തിന് മുമ്പ് അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അതിന്റെ അകത്ത് പ്രശ്നം? മുറിഞ്ഞോ? കട്ടായോ? കട്ടായോ? രക്തധമനി മുറിയുന്ന വേദന തനിക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലുള്ള വേദന. അതിന്റെ അകത്ത് പ്രശ്നം എന്താണ്? നിങ്ങൾ പറഞ്ഞതിന്റെ നിങ്ങളുടെ ആർഗ്യുമെന്റ് എന്താണ്? ഖുർആൻ 69:44 അവിടെ പറഞ്ഞിരിക്കുന്നു ഒരു കള്ളപ്രവാചകൻ അങ്ങനത്തെ വേദന വരുമെന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ആ വേദന ഇദ്ദേഹത്തിന് വന്നത് ഖുർആൻ 69:44 വായില്ലേ? കള്ളപ്രവാചകൻ ഈ വേദനയാ വരുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. ആ വേദനയല്ല ഇദ്ദേഹത്തിന് വന്നത്. ഇന്നലെ ഞങ്ങളുടെ യേശു ഇവിടെ യൂനിസ് പറഞ്ഞപ്പോ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഉണ്ടമ്പോ തിരിച്ചും തരണ്ടേ? അപ്പം ഞങ്ങളെന്തിനാ ഇവിടെ വേഷം കിട്ടിയാണെന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തിനാണ് പറഞ്ഞിട്ടുണ്ടാവും. കള്ളപ്രവാചകനാണ് ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ റൂമിൽ വന്ന് ഇവിടെ യേശുവിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ച് എന്തെങ്കിലും ഉണ്ടമ്പരിയോ അല്ലെങ്കിൽ ചൊറിയലൊക്കെ നമുക്കും പറ്റും. നമ്മളൊന്ന് ബൈബിള് മനഃപൂർവ്വം വായിക്കാണ്ടല്ലേ പാസ്റ്റർ? അതൊക്കെ വിട്. അത് നമ്മൾ മനഃപൂർവ്വം വായിക്കാതിരിക്കണേണ്. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തലൊന്നും അതിനകത്തൊന്നും ഇല്ല. ഭീഷണിയിലൊന്നല്ല. നമുക്ക് അതൊക്കെ വേറെ ലെവല്. ചൊറിയലൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങിയ ഒരു പെണ്ണിനെ നിങ്ങൾ മുസ്ലിം ആക്കിയതാണ് പാസ്റ്റർ. കണ്ട ഹിന്ദു പെണ്ണിനെ നിങ്ങൾ മുസ്ലിം ആക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കണേണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. നിങ്ങള് ചൊറിയലൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്? ഖുർആനില് രക്തധമനി മുറിച്ചു കളയും എന്നുള്ള രീതിയില് ഖുർആനില് അങ്ങനെ കള്ളപ്രവാചകൻ വന്നാൽ അവന്റെ രക്തധമനി മുറിച്ചു കളയും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ? അങ്ങനെയല്ലേ രക്തധമനി മുറിച്ചു കളയുന്നു? ഈ ഖുർആൻ ആരിറക്കിയതാ? ഖുർആൻ ആര് വഴിയാ വന്നത്? ഖുർആൻ മുഹമ്മദ് വഴി. ആ ഖുർആനിൽ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞേക്കണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ അത് പറഞ്ഞേക്കണത്? അത് അള്ളാഹുവിന്റെ തന്നെയാണെന്ന് ഉറപ്പില്ലേ നിങ്ങൾക്ക്? അത് അള്ളാഹുവിന്റെ ആണോ മുഹമ്മദിന്റെ വാദം? ആയിക്കോട്ടെ. എന്നിട്ട് പുള്ളി അതേപോലെ മരിച്ചു എന്നല്ലേ നിങ്ങൾ പറയണത്? അത് തന്നെ, അത് അറം പറ്റി. അദ്ദേഹം പറഞ്ഞു തന്നെ, അദ്ദേഹം ഏറ്റു പറഞ്ഞു എനിക്ക് അതേ ഗതി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ആ വാക്ക് മാറ്റി പിടിക്കാൻ മേലായിരുന്നോ? അല്ല, എനിക്ക് അതേമാതിരി കള്ളപ്രവാചകന്റെ ഗതി വന്നിരിക്കുന്നു അല്ലെ? അതല്ലേ പറഞ്ഞു തന്നെ. കള്ളപ്രവാചകന്റെ ഗതി ആ വിഷം കൊടുത്ത് തന്നെ അല്ല, ആ വിഷം കൊടുത്ത ഹദീസിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? വിഷം കൊടുത്ത ഹദീസിൽ അവൻ പ്രവാചകനാണെങ്കിൽ അവൻ മരിക്കില്ല, പ്രവാചകനല്ലെങ്കിൽ അവൻ മരിക്കും എന്ന അർത്ഥത്തില് ഒരു യഹൂദ സ്ത്രീ കൊല്ലാൻ വേണ്ടി കൊടുത്ത വിഷം അത് കഴിച്ച പ്രവാചകൻ പ്രവാചകനാണോ നോക്കുക. ഒറിജിനൽ പ്രവാചകനല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒറിജിനൽ പ്രവാചകൻ അല്ലെങ്കിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ അവൻ ജീവിക്കും. ഒറിജിനൽ പ്രവാചകനാണെങ്കിൽ ജീവിക്കും. ആ ആർഗ്യുമെന്റ് നിങ്ങൾ എന്ത് വെച്ച്? ആ ആർഗ്യുമെന്റിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ജീവിച്ചോ മരിച്ചോ? പ്രവാചകൻ ആ വിഷം കഴിച്ചിട്ട് ജീവിച്ചോ മരിച്ചോ? ആ വിഷം കഴിച്ചിട്ട് വിഷം അയാൾ കഴിച്ചോന്ന് എനിക്കറിയത്തില്ല. അയാൾ ചിലപ്പോ വേറെ വല്ലവർക്കും കൊടുത്തു കാണും. ഞാൻ എങ്ങനെ അറിയുന്നത് കഴിച്ചോ? അപ്പൊ ആ പറയുന്ന ഇപ്പൊ ഈ ഹദീസ് അപ്പൊ ശരിയാണോ? എന്ത് പൊട്ടത്തരമാണ്!
നിങ്ങൾ ശിവപാസ്റ്ററെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി യുക്തിപരമായിട്ട് സംസാരിക്കണം. ഞാൻ പറയട്ടെ, വെറുതെ പറഞ്ഞോ. അത് നിങ്ങൾ ഈ പറയുന്ന കേക്ക്. ഈ സഹീഹ് അൽ ബുഖാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുഖാരി സഹീഹായ ഹദീസാണ്. അത് ഞങ്ങളുടെ ക്രിസ്ത്യൻ ഭാഷയിൽ സഹീഹായ എന്ന് പറഞ്ഞാൽ കാനനൈസ്ഡ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സ്ക്രിപ്ചർ കാനനൈസ്ഡ് സ്ക്രിപ്ചറും ഉണ്ട്, അൺകാനനൈസ്ഡ് സ്ക്രിപ്ചറും ഉണ്ട്. അപ്പൊ നിങ്ങളുടേത് സഹീഹായ ഹദീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കാനനൈസ്ഡ് സ്ക്രിപ്ചറിന് ഈക്വലന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സഹീഹായ അൽ ബുഖാരി അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? വാട്ട് കൈൻഡ് ഓഫ് മുസ്ലിം യു ആർ? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സഹീഹാണെന്ന്, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അഡ്രസ് ചെയ്യൂ. മുഹമ്മദ് ഈ പറഞ്ഞ കാര്യം അഡ്രസ് ചെയ്യൂ. വെറുതെ ചാടി കളിക്കല്ലേ പാസ്റ്ററെ. ഈ പറഞ്ഞ കാര്യം ആ സ്ത്രീ വിഷം കൊടുക്കുമ്പോ ആ സ്ത്രീയുടെ ദൂത സ്ത്രീ വിഷം കൊടുത്ത വിഷം ചേർത്ത് കൊടുത്ത സ്ത്രീയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞില്ല. ഞാന് ഖുർആൻ 69 ഈ അൽബുഖാരി 44-28 പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് എവിടെയാ സ്ത്രീ വന്നേ? ബുഖാരി 49 എന്ന് പറയണതിൽ വിഷത്തിന്റെ കാര്യം പറയുന്നുണ്ടോ? 44-28 44-28 വിഷത്തിന്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല, വിഷത്തിന്റെ കാര്യം പറയുന്നില്ല. അയാളുടെ അണ്ടം പറയുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിഷം കഴിച്ചതിന്റെ എന്ന് പറയുന്നില്ല. ഏതോ ഭക്ഷണം കഴിച്ചതിന്റെ അവിടെ ഉണ്ട്. വിഷം കഴിച്ചെന്നൊന്നും ഞാൻ കണ്ടില്ല. നിങ്ങളൊന്ന് നോക്ക്. അണ്ട് ഈ ചാറ്റി കിടപ്പുണ്ട്. അതില് വിഷം എന്ന് പറയുന്നുണ്ടല്ലോ. വിഷം പറയുന്നുണ്ട്. അതിന്റെ അകത്ത് കിടന്ന് വട്ടിച്ചിട്ട് കഴിച്ചതിന്റെ പോയസം എന്നുള്ളതുണ്ട് ചാറ്റില്. ഞാൻ നോട്ടെ, ചാറ്റ് നോക്കുകയാണ്. ചിലപ്പോ കോപ്പി ആ വിഷത്തിൽ നിന്ന് എന്റെ രക്തധമനിയെ മുറിക്കുന്ന വേദന എനിക്ക് അനുഭവപ്പെടുന്നു. ഉണ്ടോ? ഉണ്ട്. ആ വിഷം കൊടുത്തതിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൂടെ കഴിച്ചവർ മരിച്ചോ മരിച്ചില്ലേ? ഇത് കേക്ക് അടുത്തവർക്ക് ഒന്നും വേണ്ട മാസ്റ്ററെ. ഇതിന്റെ ആവശ്യമില്ല. വിഷം ആര് കൊടുത്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. യഹൂദന്മാരുടെ ഇടയിലെ ഒരു വിശ്വാസമാണ്, ഒരു പ്രവാചകൻ വിഷം കഴിച്ചാലും അവന് ഹാനി വരികയില്ല. ആ ഒരു വിശ്വാസം പറയട്ടെ ഇടയ്ക്കേർ, ആ വിശ്വാസം യഹൂദന്മാർക്കുണ്ട്. അതേ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. കാരണം മർക്കോസ് 16:16 പറയാണ്, മാരകമായത് എന്തു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അപ്പോ ഈ മാരകമായ വിഷം കുടിച്ചാൽ ഹാനി വരികയില്ലാത്ത ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനെ പറ്റിയുള്ള ഒരു ധാരണ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ വിഷം കഴിച്ചാൽ ഇയാള് ഒരു പ്രവാചകനാണെങ്കിൽ ഒന്നും വരികയല്ല. ഇപ്പൊ ആ വിഷം തനിക്ക് പണി തന്നെന്ന് ഇവിടെ ഇദ്ദേഹം കൺഫ്യൂസ് ചെയ്യുമ്പോ നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് കൊണ്ടുവരികയാണ്. ഞാൻ ഈ ഒരു പോയിന്റേ ഉള്ളൂ, ഇപ്പൊ നിങ്ങൾ എന്റെ പോയിന്റിനെ ഡബിൾ ആക്കി. കണ്ടോ? അപ്പൊ ആ വിഷവും അയാൾക്ക് ഏറ്റു. അപ്പൊ രണ്ട് വിധത്തിൽ ഇയാള് കള്ളപ്രവാചകനാണ്. മറ്റേ ഞാൻ ഒരു പോയിന്റ് വെച്ചുള്ളായിരുന്നു, എന്റെ പോയിന്റിനെ രണ്ടാക്കി തന്നു. താങ്ക് യു അബ്ദുള്ള, യു ആർ ഗ്രേറ്റ്. കാരണം തമാശല്ല, ഞാൻ അതെ, വിഷം കഴിച്ച കൊല്ലാൻ ശ്രമിച്ച സ്ത്രീ പറയുന്നത്, സ്ത്രീയുടെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ ഇതാണ് കാരണം ചെയ്തത്, വിഷം കഴിച്ചാൽ അവൻ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ ആള് മരിക്കില്ല, അല്ലെങ്കിൽ മരിക്കും, ഞാൻ ചെക്ക് ചെയ്യാൻ ചെയ്തതാണ്, ചെക്ക് ചെയ്തു, പ്രവാചകനാണെന്ന് തീരുമാനമായി, മരിച്ചില്ല, ജീവിച്ചു, വീണ്ടും 10-12 വർഷത്തോളം ജീവിച്ചു. ഇതൊക്കെ ഓക്കെയാണോ? ഞാനെങ്ങനെ അറിയുന്നത്? അല്ല, ഇത് ഓക്കെയാണോ ശിവപാസ്റ്ററെ? അല്ല, ഓക്കെ അല്ല. ആ കൂടെ കഴിച്ച രണ്ടുപേരും മരിക്കുകയും ചെയ്തു, അവിടെ ഓക്കെയാണോ? അതാണ് ഞാൻ പറഞ്ഞത്. 12 വർഷം ജീവിച്ചോ? ഇല്ല, ഇത് കേക്ക്. ഞാൻ പറഞ്ഞത് അയാള് കൂടെ ഉള്ളവർക്ക് കൊടുത്തു കാണും. കാരണം അയാള് ബുദ്ധിശാലി ആയതുകൊണ്ട് ഇത് വിഷം ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ ഉള്ളവർക്ക് കൊടുത്തു കാണും, അവർ തട്ടിപ്പോയി കാണും. മനസ്സിലായി? പക്ഷെ എന്റെ പോയിന്റ്, ഇയാളുടെ ഇത് കേക്ക്. അല്ല, അത് കഴിച്ചില്ല, എന്നിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിഷയം മാറ്റി. അയാളെ ഇത് കേക്ക്, അബ്ദുള്ള, ഇത് കേക്ക്. നിങ്ങളാണ് ഞാൻ പറയാത്ത കാര്യം. നിങ്ങൾ ഏത് ഹദീസ് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്? ഞാൻ എടുക്കുന്നത് 44-28. നിങ്ങളുടെ വെയിറ്റ് ചെയ്യും, ഞാൻ പറയുന്നത്. ഹദീസിൽ വിഷം കഴിച്ചതിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, അതെന്താ മുഴുവൻ എടുക്കൂലേ നിങ്ങൾ? അതെന്റെ വിഷയമല്ലെന്നേ. അയാള് എന്ത് സംഭവിച്ചിട്ടാണ് അയാളുടെ രക്തധമനി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചില്ല, മറ്റുള്ളവർക്ക് കൊടുത്ത് അവര് മരിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അല്ല, നിങ്ങളൊരു സംഭവം പറഞ്ഞപ്പോ അങ്ങനെ കൊടുത്തു കാണുമെന്ന് ഞാൻ പറഞ്ഞ ലോജിക്കൽ ഒരു സാധാരണ മനുഷ്യന്
ചിന്തിക്കത്തില്ലേ? നിങ്ങൾ ഇത് ശ്രദ്ധിക്കും, ഞാൻ പറയുന്ന കേക്ക്. എനിക്കിവിടെ വിഷം കഴിച്ചതോ കുടിച്ചതോ ഒന്നും അല്ല എന്റെ വിഷയം. നിങ്ങൾ എന്റെ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കുക. ഒരു കള്ളപ്രവാചകന്റെ മരണം രക്തധമനി മുറിഞ്ഞായിരിക്കുമെന്ന് ഖുർആൻ 69:44 പറഞ്ഞിരിക്കുന്നു. സഹീഹായ ഹദീസിൽ മുഹമ്മദ് നബി മരിക്കാൻ നേരത്ത് അങ്ങനെ തന്നെയാണ് മരിച്ചതെന്നും എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബി ഒരു കള്ളപ്രവാചകനാണെന്ന് ആണെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹദീസിലല്ലേ കിടക്കുന്നത്, അതല്ലേ എടുത്തങ്ങോട്ട് തന്നത്. അല്ല, നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ? മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ ഷിബു പാസ്റ്ററെ? അല്ല ഷിബു പാസ്റ്ററെ, നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ? എനിക്ക് മലയാളം കുറച്ചൊക്കെ വായിക്കാൻ അറിയാം. ഈ വേദനയും മുറിയലും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ലല്ല, വേദനയും മുറിയലും തമ്മിൽ വ്യത്യാസമില്ലേ? വായിച്ചത് ഇപ്പൊ ആരാണ്ട് മലയാളത്തിൽ കൊണ്ടിട്ടത്. അതില് മുറിഞ്ഞു പോയി എന്നുണ്ടോ? ഇംഗ്ലീഷിൽ വായിച്ചതിൽ മുറിഞ്ഞു പോയി എന്നുണ്ടോ? ഉണ്ടെന്ന് അയാള് പറയുന്നത് എന്റെ മുറിയുന്നെന്ന്. അയക്ക് ഞാൻ പറയട്ടെ, ഈ മുഹമ്മദ് നബിക്ക് മനുഷ്യന്റെ ഇത് കേക്ക് പറയണത് കേക്ക് സുഹൃത്തെ. ഗർഭിണിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെ, പുരുഷന് ശുക്ലം ഉണ്ടാകുന്നത് എങ്ങനെ, ശുക്ലം പുറത്തോട്ട് വരുന്നത് എങ്ങനെ, ഇങ്ങനെ സകല അനാട്ടമി, സകല മൈക്രോബയോളജിയിലൊക്കെ അറിവുള്ള ആളായിരുന്നു പ്രവാചകനെന്നും ആ പുസ്തകം മുഴുവൻ ഹൈലി മെഡിക്കൽ സീക്രട്സുകള്, മോഡേൺ മെഡിക്കൽ ഇതൊക്കെ ഉണ്ടെന്നുള്ള മുസ്ലിം ദാവാ പ്രവർത്തകരുടെ തള്ള്. അത്ര അറിവുണ്ടെന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദ് നബിയാണ് പറയുന്നത് എന്റെ സാധനം മുറിയുന്നു എന്ന് പറഞ്ഞാൽ ആ സാധനം കള്ളപ്രവാചകനാണ് ഇത് മുറിയുന്നത്. അപ്പൊ അയാള് ഞാനിവിടെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാനാണ് മുറിച്ചുപോയി എന്ന് നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വിഷമിക്കാതെ. അതായത് ഒരു കള്ളപ്രവാചകൻ, അപ്പൊ ഖുറാനിൽ 69-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒരു കള്ളപ്രവാചകനാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ ഈ അയോട്ട മുറിക്കും. ഇതാണ് ഖുറാനിൽ പറയുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അയോട്ട മുറിയുന്ന വിധത്തിലുള്ള വേദന എന്ന് അറബികളുടെ ഇടയിൽ ഒരു ചൊല്ലായിരുന്നെന്ന് നിങ്ങളുടെ ഇസ്മായിൽ ഇവിടെ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പൊ ഇവിടെ അതെ, ലിറ്ററലി മുറിയുന്നതല്ലെന്നും അത് അങ്ങനെ മുറിയുന്നത് പോലത്തെ ഉള്ള ഒരു വേദന എന്ന അറബി നാട്ടിലെ ഒരു ചൊല്ലായിരുന്നെന്നും ഇവിടെ ഇസ്മായിൽ പറഞ്ഞു. എനിക്ക് ആ ചൊല്ലിനെ പറ്റി അറിയത്തില്ല. അപ്പൊ ഇസ്മായിൽ പറഞ്ഞത് എന്തുവാണ്? അപ്പൊ ഞാൻ പറഞ്ഞു തീർന്നിട്ട് അപ്പം അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ അള്ളാഹുവിന്റെ വചനങ്ങളെ തെറ്റായിട്ട് പറഞ്ഞാൽ, ഫാബ്രിക്കേഷൻ നടത്തിയാൽ എന്ത് ചെയ്യും? അത് മുഹമ്മദ് തന്നെ ആയാൽ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നേ, മുഹമ്മദ് തന്നെ അങ്ങനെ ചെയ്താൽ മുഹമ്മദിനെ അള്ളാഹു എന്ത് ചെയ്യും? മുഹമ്മദിന്റെ ആയാട്ട് അള്ളാഹു മുറിക്കും. ഇത് 69-44. സഹീഹ് അൽ ബുഖാരി 44-28 മരിക്കാൻ സമയത്ത് ഐഷയോട് മുഹമ്മദ് പറയുന്നു, എന്റെ അയോട്ട ഇതാ മുറിയുന്നു എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് അദ്ദേഹം ടെസ്റ്റിഫൈ ചെയ്യാണ്, ഐ എം എ ഫോൾസ് പ്രോഫറ്റ്. ഇതെനി നിങ്ങൾ കൗണ്ടർ ചെയ്തു. മലയാളം യഥാർത്ഥത്തിൽ വായിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായി. ഇനി ഞാനിവിടെ നിങ്ങളുടെ വിട്ട് ഞാൻ ഒന്ന് സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് പോണേണ്. സെബാസ്റ്റ്യൻ ഇവിടെ ഉണ്ടോ? ഇല്ല, ഞാൻ കേട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. എനിക്ക് എന്നോട് ചോദിക്കില്ല. ഈ താഴത്ത് ഇട്ടേക്കണ ഒരു ചാറ്റ് ഉണ്ട്. എത്രാമത്തേണ് ഇത്? ഒരു ഹദീസ് ചാറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണത്? നമ്മുടെ എത്രാമത്തേണ്? ഇലനാ അങ്ങനെ കണ്ട് പേരുള്ള ഒരു പുള്ളിയുടെ ചാറ്റാണ്. എന്താ പറഞ്ഞു? എന്താണ് ഉദ്ദേശിച്ചത് പറയൂ. ഇങ്ങോട്ട് വന്നു ആ ചാറ്റ്. അത് വായിച്ചിട്ട് രക്തധമനി മുറിഞ്ഞു പോയി എന്ന് അതിന്റെ അകത്ത് കാണിച്ചു തരാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഷിബു പാസ്റ്ററോടല്ല. ഒരു മിനിറ്റ് പാസ്റ്റർ, ഞാനിതൊന്നും എന്താണ് പറഞ്ഞ ഞാനാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഷിബു പാസ്റ്ററിന് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അല്ല, അത് ശരിയല്ല. പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, പാസ്റ്ററുമായിട്ട് സംസാരിക്കും, അതിനിടയ്ക്ക് എന്നെ പിടിച്ചിടുമ്പോ വേറെ രീതി. നിങ്ങൾ വായിച്ചിട്ട് അതിന്റെ അകത്ത് മുറിഞ്ഞ ഒരാളെ നമുക്ക് പുള്ളി നുണ പറയുമ്പോ ആ അത് നുണയാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യത അല്ലേ? ഷിബു പാസ്റ്റർ ഇവിടെ നുണ പറഞ്ഞു എന്ന് ഞാൻ തീർത്തു പറയുന്നു. ആ നുണ പറഞ്ഞത് തെളിയിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അത് ഞാൻ തെളിയിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ചാറ്റ് ഞാൻ എവിടെ പോയിട്ടില്ല. ഞാൻ ഞങ്ങളുടേതായ ഒരു ഗ്രന്ഥം എടുത്തിട്ടില്ല. പോയി എന്ത് ഷിബു പാസ്റ്റർ പറഞ്ഞു? ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഷിബു പാസ്റ്റർ അത് പറഞ്ഞു, മുറിഞ്ഞു പോയി. കാര്യമില്ല. അത് തന്നെ നിങ്ങളങ്ങനെ പറഞ്ഞു.
അല്ലല്ല, ഞാനല്ല നബി പറഞ്ഞത്. വസല്ലം അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു ഇല്ലേ? അല്ല, ഞാനല്ല. സഹീഹ് അൽ ബുഖാരി 44:28. അങ്ങനെയെന്നല്ല പറയണേ, അങ്ങനെയാണ് ആ ഹദീസിൽ പറഞ്ഞേക്കണേന്നല്ല പറഞ്ഞത്. ഐഷയോട് പറഞ്ഞു, മുറിഞ്ഞു പോയി, അറിയാവുന്ന ആളല്ലേ, മുറിഞ്ഞു പോയി. അനാട്ടമി മുഴുവൻ അറിയാവുന്ന ആളല്ലേ ഈ പറയുന്നേ. അപ്പൊ അയാള് നിങ്ങൾ പറഞ്ഞു വെറുതെ വലിച്ചു നീട്ടല്ലേ, ഞാനിതൊന്ന് തെളിയിച്ചേക്കട്ടെ പാസ്റ്ററെ. മുറിഞ്ഞു പോയി എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാനൊന്ന് ഫ്രെയിം ചെയ്യാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും. മുറിഞ്ഞു പോയി എന്ന് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലേ നിങ്ങൾ പാസ്റ്ററെ? വെയിറ്റ് ചെയ്യ് സുഹൃത്തെ. എന്തൊരു കച്ചവടം. വേറെ ആരും നോക്കിയില്ലേ? ഇവിടെ ഉണ്ടല്ല, നിങ്ങൾ പറയൂ മുറിഞ്ഞു പോയി എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? മുറിഞ്ഞു പോയില്ല നല്ല ചർച്ച ഉണ്ടെങ്കിൽ അറിയാണ്ട് വന്നത് എന്തൊരു ചർച്ച. എനിക്ക് എന്നോടൊക്കെ സംസാരിക്കാൻ ഞാൻ പറയാനാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനാണ്, ഒറ്റ ഒരാളെ ഞാനുള്ളല്ലോ. ഈ വാറിനെ പോയിട്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് അടങ്ങിയിരിക്കേ, ഞാൻ പറയുന്ന കേക്ക്. ഇനിയും ഞാനത് പറഞ്ഞു ആദ്യം പിടത്തില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒന്ന് മ്യൂട്ട് ചെയ്ത് അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ മറുപടി. ഖുർആൻ 69 ഇതാണ് ഞാൻ വായിച്ചത്. അതിൽ 44 പറയുന്നു, ഇഫ് മുഹമ്മദ് ഹാഡ് ഇൻവെന്റഡ് വേർഡ്സ് അഗൈൻസ്റ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ദൈവത്തിന്റെ ആയത്താണെന്ന് പറഞ്ഞ ആയത്തുകൾ സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 65-ാമത്തെ വാക്യത്തിൽ പറയുന്നു, God would have seized him by the right hand. ദൈവം തന്നെ വലത്ത് കൈ കൊണ്ട് അവനെ പിടിച്ചു നിർത്തും. 46-ാം വാക്യത്തിൽ and cut his life vein, അവന്റെ ജീവനാടിയെ മുറിക്കും. 47 പറയുന്നു and none of you could have protected him, അവനെ ചികിത്സിച്ച് ഭേദമാക്കാനോ സംരക്ഷിക്കുവാനോ നിങ്ങളിൽ ആർക്കും കഴിയില്ല. ഇതാണ് ഈ 69 വായിച്ചത്. ഇനി ഈ മുഹമ്മദ് മരണസമയത്ത് തന്റെ ടെസ്റ്റിമണി പറയുകയാണ്, ഇതാ എന്റെ ജീവനാടി മുറിയുന്നു. അതായത് ഇദ്ദേഹത്തിന് ഈ അനാട്ടമി മുഴുവൻ അറിയാമായിരുന്ന ഒരാളാണ് മുഹമ്മദ് എന്ന് പറയുമ്പോ അയാൾ പൊഴി പറയുവോ? അയാളുടെ ജീവനാടി മുറിയുന്ന വേദന അയാൾ അനുഭവിച്ചു. അതിൽ നിന്ന് അയാളെ ആർക്കും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റിയില്ല. ഖുർആൻ 69:47 ശാപം അതേപടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രവാചകൻ എന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദ് മരിക്കുന്നത്. അപ്പൊ ഖുർആൻ സത്യമാണെങ്കിൽ, സഹീഹായ അൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസ് സത്യമാണെങ്കിൽ, പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് കള്ളപ്രവാചകൻ എന്നേ വരൂ. ഇതാണ് എന്റെ ആർഗ്യുമെന്റ്. അതിനിടെ സ്ത്രീ കൊടുത്തോ പോത്തർച്ചയായിരുന്നോ ആട്ടർച്ചയായിരുന്നു ഇതൊന്നും എന്റെ തർക്കമല്ല. കൃത്യമായ 2 വാക്യങ്ങൾ വെച്ച് ഇത് പരിശോധിച്ചാൽ ഇയാൾ കള്ളപ്രവാചകനായിരുന്നു. ഖുർആന്റെ സ്റ്റാൻഡേർഡ് ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അബ്ദുൾ ഇത് റെപ്യൂട്ട് ചെയ്യും. ഇതാണ് ആർഗ്യുമെന്റ്. അത് കേട്ടിട്ട് ബാക്കിയുള്ള ഈ മലയാളം ഇംഗ്ലീഷിലൊന്നും പോകാതെ ഈ ഒരു ആർഗ്യുമെന്റ് ആണ് ഷിബിച്ചനം വെച്ചത്, അതൊന്ന് റെപ്യൂട്ട് ചെയ്യുക. ഇതാണ് ആർഗ്യുമെന്റ്, വേറെ എവിടെയും പോകണ്ട. പറഞ്ഞോളൂ അബ്ദുൾ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തരുന്നവരെ എടുക്കരുത് കേട്ടാ. ഖുർആന്റെ 66:44 അല്ലെ, ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. മുറിച്ചു കളയും. ഓക്കെ ആണല്ലോ. ഇനി ഹദീസിലേക്ക് വരിക. എത്രയാണ് നമ്പർ ഹദീസ്? 44:28. ബുഖാരി ആണെങ്കിൽ നമ്പർ ഞാൻ മുകളിലിട്ടുണ്ട്. നമ്മൾ ബുഖാരിയുടെ സെപ്പറേറ്റ് എടുക്കുകയാണോ അതോ ഹദീസ് ഇതിലാണോ? സുന്ന.com ആണെങ്കിൽ 44:28 ഡിപ്രീഷിയേറ്റഡ് നമ്പർ സ്കീം. ബുക്ക് വൈസ് ആണെങ്കിൽ ഞാൻ വേറെ തരാം. അല്ലെങ്കിൽ ആ ചാറ്റ് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ മുകളിൽ ചാറ്റ് ഉണ്ട്, ബുക്ക് വൈസ് എഴുതിയത്. അതൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാവോ? കോപ്പി ചെയ്താവോ താഴെ ഇരിക്കുന്ന ആളുകൾ? അല്ല, അവിടെ ചെയ്യുമായിരുന്നു എന്നല്ലേ? അപ്പൊ ചെയ്യും എന്നല്ലല്ലോ. കള്ളപ്രവാചകനാണെങ്കിൽ അമീലെടുക്കല്ലേ? ഇത് രണ്ടുപേരും പോകുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അമീലെടുത്തു. അല്ലെങ്കിൽ താഴെ ഇപ്പത്തെ എൻ്റെ ഒരു ചാറ്റ് ഉണ്ട്, ബുക്ക് നമ്പർ വെച്ചിട്ടുള്ള ഒരു ചാറ്റ് ഉണ്ട്. അത് ഏതെങ്കിലും ഇപ്പൊ തന്നെ കാണുന്നില്ല, ആരെങ്കിലും 44 ഞാൻ പറയാം 28 4428. ഞാൻ ഇപ്പത്തെ ഞാൻ അതിന്റെ നമ്പർ ബുക്ക് വൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചാറ്റ് ചെയ്യാവോ? ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ഒന്ന് മുകളിലേക്ക് അതിന് താഴെയായിട്ട് വരും. എനിക്ക് വലിയ പിടിയില്ലാത്ത സാധനം, അന്നേരം നോക്കട്ടെ. 64:450 വേറൊരാൾ ഇട്ടിട്ടുണ്ട്. ബുക്കാണെങ്കിൽ 64 ബുക്ക്. ആ ഒരു മിനിറ്റ് ചോദിച്ചാ. ബുക്കാണെങ്കിൽ 64:450. ഞാനൊന്ന് അബ്ദുൾ ഹെൽപ്പ് ചെയ്യട്ടെ. അബ്ദുൾക്ക് 64:450
ഞാൻ ആ ബുക്ക് പറഞ്ഞ് നിങ്ങൾ ബുക്ക് തരികയാണെങ്കിൽ 64-ാമത്തെ ഇതില് അല്ല 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 ചാപ്റ്റർ ഞാൻ 450. ഇല്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് കിട്ടിയില്ല. എനിക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. നിങ്ങൾ ആ ചാറ്റ് തന്നെ ഒന്ന് റിട്ടേൺ ഇട്ടാൽ മതി അവിടെ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കട്ടെ. The prophet in his ailment in which he died used to say, "Oh Aisha, I still feel the pain caused by the food I ate at Khyber. And at this time, I feel as if my aorta is being cut from that poison. Sorry. ഇതാണ് ചാറ്റ്. സോറി ഹരീഷ്, സോറി ചാറ്റ് ലാംഗ്വേജ്. ഓക്കെ, മലയാളത്തിൽ ഐ ഫീൽ എന്ന് പറയുന്നത് ഞാൻ അനുഭവപ്പെടുന്നു, കട്ടാവുന്ന പോലെ എന്ന് അല്ലേ? അതെ അതെ, അത് കട്ടായി എന്നാണോ? ഐ ഫീൽ കട്ടാകുന്ന ഞാനൊന്ന് ബീങ് കട്ടതല്ലേ, ബീങ് കട്ടതല്ലേ. ഞാൻ പറയാം കട്ടാകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കട്ടായില്ല എന്ന് പറയണമെങ്കിൽ അയാൾ മരിക്കാതെ ജീവിക്കണമായിരുന്നു. അയാളവിടെ മരിച്ചു. മരിക്കാതെ ജീവിക്കുകയാണ് കട്ടായില്ലെന്ന് പറയാം. ഇനി കട്ടായിട്ടാ മരിച്ചതെന്ന് പറഞ്ഞാൽ കട്ടായില്ല എന്ന് പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം. അത് അബ്ദുള്ളിന്റെ ഉണ്ടോ? അല്ലെങ്കിൽ മുഹമ്മദ് മരിച്ചെങ്കിലും അയാളുടെ അയോട്ട മുറിഞ്ഞില്ലായിരുന്നെന്ന് വേറെ ആരെങ്കിലും എഴുതിയൊരു രേഖ വേണം. അങ്ങനെ ഒരു രേഖയുണ്ടോ? ഇത് സകല അറിവുമുള്ള മാനവരിൽ മഹോന്നതനും വൈദ്യശാസ്ത്രത്തിൽ അഗ്രഗണ്യനും ആയിരിക്കുന്ന ഈ മുഹമ്മദ് സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെയെന്ന് വളരെ കൃത്യം പറഞ്ഞ മുഹമ്മദ് തന്റെ അയോട്ട മുറിയുന്നത് ഫീൽ ചെയ്തിട്ട് ഇതാ എന്റെ അയോട്ട മുറിയുന്നു എന്ന് പറഞ്ഞു അയാൾ മരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ 1600 വർഷം ഇപ്പറയുന്ന അബ്ദുള്ള പറയാണ് അയോട്ട മുറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ മുറിഞ്ഞില്ലായിരുന്നതിനുള്ള തെളിവ് എന്നാ? അത് പറഞ്ഞു അപ്പൊ മുറിഞ്ഞു അല്ലേ? അതല്ലേ പറഞ്ഞത്, അയാൾ ചത്തു, അങ്ങനെ ചത്തു, അങ്ങനെ മരിച്ചതാണ്. അദ്ദേഹമല്ലേ പറയുന്നത് ഇതാ ഞാൻ ഇങ്ങനെയാ മരിക്കുന്നെന്ന്. നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നല്ല ഞങ്ങൾ വായിച്ചു. നിങ്ങൾ പറയണത് അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് മുറിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അള്ളാഹു വലം കൈ കൊണ്ട് പിടിച്ചു, എന്നിട്ട് ആ ഞരമ്പ് മുറിച്ചു കളഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ഏതിലാ എഴുതിയേക്കണത്? ബുഖാരി ഹദീസ് 44:28 ഖുർആൻ ആര് കൊണ്ടുവന്നതാണ്? ഓരോന്ന് ചോദ്യം ചോദിക്കുമ്പോ വട്ടം പാവ വിളിച്ചിരിക്കുകയും ചെയ്യും. എന്നോടല്ല, ഇത് ഇവര് തമ്മിലാ. അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞ് പ്രവാചകന്റെ ഒരു വാക്ക് പറയാം, നിങ്ങൾ കേക്ക്. ഖുർആൻ മുഹമ്മദ് പറഞ്ഞതാണ് സഹീഹ് അൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഷിയാക്കള് പറയുന്നത് ഇയാൾക്ക് വിഷം കൊടുത്തത് ഐഷ എന്നാണ്. സുന്നികളാണ് പറയുന്നത് യഹൂദ സ്ത്രീയാണെന്ന്. യഹൂദ സ്ത്രീ വിഷം കൊടുത്ത് 10 കൊല്ലം മുമ്പാണ്. അന്നേരം ഐഷ വിഷം കൊടുത്ത് കൊന്നാന്നാണ് ഷിയാക്കള് പറയുന്നത്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കും. അപ്പൊ ഇയാളുടെ ഗുണം എന്താന്ന് ചോദിച്ചാൽ ഇയാളുടെ മരണസമയത്ത് ഇയാൾ വിളിച്ചു എന്റെ അയോട്ട ഇതാ മുറിയുന്നു എന്ന് പറഞ്ഞാൽ ഇയാള് കള്ളപ്രവാചകന് കിട്ടുന്ന ശാപം അയക്ക് വന്നു. ഫീൽ എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞോ? അതെങ്ങനെ ആ ഫീൽ വരുമ്പോ ആ വർത്തമാനം തന്നെ ഇയാള് പറഞ്ഞത് അതല്ലേ? അവിടുത്തെ ആയത്തല്ലേ അവിടെ കിടക്കുന്നേ? ആ ആയത്തിൽ പറയുന്ന ശിക്ഷയല്ലേ ഇയാൾക്ക് കിട്ടിയെന്ന് ഇയാൾ പറയുന്നേ? ഫീൽ എന്നത് നിങ്ങൾ മായ്ച്ചു കളഞ്ഞോ ഹദീസിലാ? എന്റെ പൊന്നു സുഹൃത്തെ, നമ്മൾക്കെല്ലാം ഫീലേ ഉള്ളൂ. റിയൽ ആയിട്ട് നിങ്ങൾ തിരുത്തുണ്ട്. ഒരു മിനിറ്റ് ഒരു ചെറിയ തിരുത്തുണ്ട്. 4 കൊല്ലമാണ്. ഒരു മിനിറ്റ് ഞാൻ ഇതിലൊന്ന് ഇതാക്കിയല്ലോ. ഞാനൊരു ബൈബിൾ വചനം വായിച്ചോട്ടെ? അനുവാദമുണ്ടോ? എത്ര എതിർപ്പാണോ എന്നെ ഇത് കേക്ക്. ഇന്നലെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി യൂനുസ് ഇവിടെ വന്ന് ആവർത്തന പുസ്തകം വായിച്ചിട്ട് യേശു കള്ളപ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഞാൻ കൃത്യം മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി ആയിട്ട് ആ യൂനുസിന്റെ പ്രവാചകൻ മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് ഖുറാനും ഹദീസും വെച്ച് തെളിയിക്കുന്ന മനോഹരമായ ഒരു സമയമാണിത്. ഞങ്ങൾ തെളിയിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞ്. കാരണം അക്ഷരങ്ങൾ മാറ്റി വായിക്കാനൊക്കെ നിങ്ങൾ മിടുക്കരാണ്. 18-ാം നൂറ്റാണ്ട് മുതല് എന്തിന് വെറുതെ ഒരു ഹിന്ദു സ്ത്രീ ഇരുന്നിട്ട് അവിടെ കിടന്ന് ക്രിസ്ത്യാനികളെ തെറി പറയണേ? അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച ആളല്ലേ നിങ്ങൾ?
ഇതിന് കരച്ചില്ലെന്നാ പറയുന്നത്. നിങ്ങൾ മുസ്ലിം ഇതൊക്കെ ഇതിന് കരച്ചില്ലെന്നാ പറയുന്നത്. ഞാൻ അപ്പൊ അതിലും വലിയ എടോ അതിലും മുഹമ്മദ് വലിയ കാര്യമൊന്നും ഇവിടെ നടക്കാനില്ല. കള്ളപ്രവാചകൻ കൈക്ക് കിട്ടി. കള്ളപ്രവാചകന് ഇപ്പൊ എന്തായാലും യേശുവിന്റെ കള്ളപ്രവാചകനാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ പിന്നെ മേളിൽ നിന്ന് നിങ്ങളുടെ പൂർവികർ കെട്ടിയിറക്കിയ പറഞ്ഞിട്ടുണ്ട്. പുസ്തകമല്ലേ അബ്ദുള്ളേ? ഇത് മേളിൽ നിന്ന് കെട്ടിയിറക്കിയ നിങ്ങളുടെ പുസ്തകമല്ലേ? ജൂതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇത് ഇന്നലെ ഞങ്ങളുടെ മുറിയിൽ യൂനുസ് വന്ന് പറഞ്ഞതിന്റെ ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ തിരിച്ചു വെക്കുന്നതാണ്. ഞങ്ങൾ ജൂതന്മാര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും. പക്ഷേ ഇവിടെ ഇനി ഞാൻ അപ്പുറത്ത് കാണിക്കിരുന്നിട്ട് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാം. ധൈര്യമുള്ളവർ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ റെഫ്യൂട്ട് ചെയ്യാനായിട്ട്? വായിച്ചോട്ടെ എന്നാ ഞാൻ ഇവിടെ ഇരിക്കല്ല. നിങ്ങൾ വായിച്ചോട്ടെ. അതിന്റെ മറുപടി ഇത്. ഇന്നലെ യൂനുസ് ഇവിടെ വായിച്ച് പറഞ്ഞു, ഒരു തടസ്സപ്പെടുത്തില്ലായിരുന്നു. അതിന്റെ മറുപടി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ യൂനുസ് ഓടിപ്പോയുണ്ട്. യൂനുസിന്റെ പേര് ടൈറ്റിൽ ഇട്ടിട്ട് മറുപടിയാണ്. യൂനുസിന് വേണേ വരാം.